1221 സൂം മീറ്റിംഗിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ബിയോണ്ട് പാരന്റിങ് സെക്കൻഡ് പാർട്ടാണ് ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്നത്. 2 ആഴ്ച മുന്നേ നമ്മൾ ഫസ്റ്റ് പാർട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓഡിബിൾ ആണോ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? താങ്ക് യു. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നമ്മൾ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു പാരന്റിങ്ങിനെ പറ്റിയിട്ട്. ബിയോണ്ട് പാരന്റിംഗ് എന്നാണ് നമ്മുടെ ടോപ്പിക്കിന്റെ പേര്. ആർക്കെങ്കിലും ഒന്ന് റീകോൾ ചെയ്യാൻ പറ്റുമോ എന്തൊക്കെയാണ് നമ്മൾ സംസാരിച്ചതെന്ന്? കുട്ടികൾക്ക് ക്വാളിറ്റി ടൈം കൊടുക്കുക, അൺകണ്ടീഷണൽ ലവ്, പിന്നെ നമ്മളെ ആഗ്രഹങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നമുക്ക് ഡോക്ടറാവാൻ പറ്റിയില്ലെങ്കിൽ അവരെ ഡോക്ടറാക്കണം എന്നുള്ള അങ്ങനെയുള്ള ചിന്താഗതി ആക്കിയിട്ട് അവരെ താല്പര്യം കൂടി സംരക്ഷിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു മണി സാർ. നമ്മൾ കുറച്ച് പോയിന്റ്സ് കവർ ചെയ്തത് സാറ് പറഞ്ഞു. ഒന്ന് ക്വാളിറ്റി ടൈം ആണ്, പിന്നെ റെസ്പെക്ട് ദെയർ നോ അത് സംസാരിച്ചായിരുന്നു. സ്പെൻഡ് ക്വാളിറ്റി ടൈം. ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ അവർക്ക് റെസ്പെക്റ്റോട് കൂടിയുള്ള റെസ്പോൺസ് കൊടുക്കുക. അവരൊരു കാര്യം പറയുമ്പോൾ അതിനെ കളിയാക്കാതെ അവർ പറയുന്ന അത് ഇമോഷനിൽ കേട്ടുകൊണ്ടിരിക്കുക. പിന്നെ പുട്ടിങ് യുവർ ഡ്രീംസ് ഇൻ ടു കിഡ്സ്, അത് ഇപ്പൊ മണിസാറ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ പറ്റിയില്ലെങ്കിൽ കുട്ടീനെ ഡോക്ടറാക്കാൻ വേണ്ടിയിട്ട് പ്രഷർ ചെയ്യാതിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞത് ഓവർ കെയറിങ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഓവർ കെയറിങ്ങും പ്രൊട്ടക്ഷനും കൊടുക്കുന്നതിലൂടെ ആ കുട്ടിക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡൊമസ്റ്റിക് കോൺഫ്ലിക്ട്സ്, വീട്ടിൽ വഴക്കുകൾ ഉണ്ടാവുമ്പോൾ അത് കുട്ടികളെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു, പേരൻസിന്റെ ആ ഒരു വഴക്കുകളും അവർ സെപ്പറേറ്റ് ആകുമ്പോൾ കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിനെ പറ്റി സംസാരിച്ചു. പിന്നെ പേരൻസ് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും കുട്ടികളോട് സോറി പറയുന്നത് നന്നായിരിക്കും, അത് നമ്മൾ പറഞ്ഞു. പാട്രിയാർക്കിനെ പറ്റി സംസാരിച്ചായിരുന്നു. പിന്നെ അൺകണ്ടീഷണൽ ലവ്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് കിഡ്സ് ആർ നോട്ട് യുവർ റിട്ടയർമെന്റ് പ്ലാൻ. ഒരിക്കലും കുട്ടികൾ നിങ്ങളുടെ ഒരു റിട്ടയർമെന്റ് പ്ലാൻ ആക്കാതിരിക്കുക. പിന്നെ സിംഗിൾ ചൈൽഡ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ ടോക്സിക് പാരന്റിങ്, ആഫ്റ്റർ മാരേജ് പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്ന ഓരോ ഇഷ്യൂസുകൾ, അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. അപ്പൊ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റാതെ പോയ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അതും കൂടി ആഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതിന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സ്പെൻഡ് ക്വാളിറ്റി ടൈം ആൻഡ് അവരെന്തൊക്കെയാണോ നമ്മുടെ അടുത്ത് സംസാരിക്കുക അത് വളരെ ശ്രദ്ധയോടെയും ക്ഷമയോടെയും, എന്താ പറയാ, അവരെ സെൽഫ് ഡൗട്ട് ഒന്നും കൊടുക്കാതെ അവരെ കളിയാക്കുന്നത് പോലെ തോന്നാതെ അവരുടെ മുന്നിൽ നമ്മൾ നന്നായി ഒരു ലിസണർ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് തന്നെ വരുന്ന മറ്റൊരു പോയിന്റ് ആണ് ഓപ്പൺ ടോക്ക്. അതായത് ഇപ്പോ എത്ര കുട്ടികൾക്ക് അവരുടെ അച്ഛനോടും അമ്മേനോടും എല്ലാം തുറന്നു പറയാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. എല്ലാം അവർക്ക് തുറന്നു പറയാൻ പറ്റില്ല. കുട്ടികൾ എപ്പോഴും പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞാലും അവർക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലാവില്ല എന്ന് തുടങ്ങുന്നത് മുതലാണ് ഇവര് മറ്റ് കൂട്ടുകാരിലേക്ക് കൂടുതൽ ഷെയർ ചെയ്യാൻ തുടങ്ങും. ഒരു 12-13 വയസ്സായ കുട്ടിക്ക് പേരൻസിനേക്കാളും കൂടുതൽ അടുപ്പം ഉണ്ടാവുക അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്തായിരിക്കും. അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്തായിരിക്കും അവർ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാവുക. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഓപ്പൺ ടോക്ക് നമ്മുടെ വീടുകളിൽ ഇല്ലാത്തത് കൊണ്ടാണെന്നാണ്. അതിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സിബ്ലിങ്സോ ആരെങ്കിലും ആയിട്ട് അവരെല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം അല്ലെ ആ ഒരു ധൈര്യം അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അവർക്ക് എന്ത് ഇഷ്യൂസ് വന്നാലും അല്ലെങ്കിൽ അവരിപ്പം എന്തെങ്കിലും ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും അത് അവർക്ക് ഓപ്പൺ ആയിട്ട് വന്ന് നമ്മുടെ അടുത്ത് പറയാൻ പറ്റും. കാരണം അവർക്കൊരു ധൈര്യമാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, എന്തുണ്ടെങ്കിലും നിനക്ക് നമ്മളോട് പറയാം. ആ ഒരു ധൈര്യം കൊടുക്കുമ്പോഴാണ് കുട്ടികൾക്ക് നമ്മുടെ അടുത്ത് എന്തും വന്ന് തുറന്നു പറയാൻ പറ്റുക. ഇപ്പോ കുറെ കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റാത്തത്. അല്ലെ അമ്മ തല്ലുവോ, അച്ഛൻ വഴക്ക് പറയോ, എങ്ങനെ ഇതൊക്കെ വീട്ടിൽ പറയാ, അവര് പറഞ്ഞ് എങ്ങനെ അതിൽ എടുക്കുക, അത് എടുക്കേണ്ട രീതിയിൽ എടുക്കുവോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ളത് കൊണ്ടാണ് അവര് പലരും കാര്യങ്ങൾ വീട്ടിൽ തുറന്നു പറയാത്തത്. ഈ കാര്യം പറയുമ്പോൾ എനിക്കൊരു എക്സാമ്പിൾ പറയാനുണ്ട്. എൻ്റെ ഒരു കൊളീഗിന്റെ മോളാണ്. അപ്പൊ ഈ കൊളീഗ് എന്ന് പറഞ്ഞ ആള് സൈക്കോളജിയിലൊക്കെ ഡിഗ്രി എടുത്തിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ഈ മോൾക്ക് 13 വയസ്സേ ഉള്ളൂ. 13-12 വയസ്സിലാന്ന് തോന്നുന്നു. ഒരു 13-14 വയസ്സ് ആ ഒരു ഏജില് ഈ കുട്ടി അമ്മയായിട്ട് നല്ല രീതിയിൽ തന്നെ അവർ രണ്ടുപേരും കണക്റ്റഡ് ആണ്. ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ എൻ്റെ മകളല്ല, ഞങ്ങൾ രണ്ടുപേരും ഒരു ഫ്രണ്ട്സിനെ പോലെയാണെന്നാണ്. അതായത് ഈ അമ്മയ്ക്ക് ഓഫീസ് സ്പേസിൽ ഉണ്ടാവുന്ന വർക്ക് പ്രഷറുകൾ ഈ അമ്മ വൈകിട്ട് എന്ന് കുട്ടീനോട് തുറന്നു പറയും. കുട്ടിക്കൊന്നും മനസ്സിലാവില്ല, പക്ഷെ ജസ്റ്റ് ഒരു ഹഗ്, സാരമില്ല അമ്മ പോട്ടെ,
ഞാനുണ്ടെന്ന് ആ കുട്ടിയും തിരിച്ചു പറയും. അതുപോലെ തന്നെ കുട്ടി അന്ന് നടന്നത് ഈ അമ്മേന്റെ അടുത്തും പറയും. അത് എന്തുകൊണ്ടാ പറയുന്നതെന്ന് വെച്ചാൽ ആ കുട്ടീനെ അമ്മ അതുപോലെ കേട്ടിരിക്കുന്നുണ്ട്. കുട്ടീന്റെ സംശയങ്ങള് എന്താ പറയാ തീർത്തു കൊടുക്കുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ, വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അവരുടെ ഇടയിൽ നടക്കുന്നത്. അപ്പോൾ ഒരു 14 ഇയേഴ്സ് ഒക്കെ ആയപ്പോൾ അറിയാലോ, ആ ഒരു പ്രായത്തിലാണ് നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരിക. ഈ കുട്ടി വന്നിട്ട് അമ്മേന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഇങ്ങനെ ഒരു ബോയിനെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു ഇമോഷൻസ് വരും, എനിക്ക് ഒരു ക്രഷ് തോന്നുന്നു. അപ്പൊ എന്താ പറയാ, നമ്മുടെ മൈൻഡിൽ നിന്ന് ഒരു ബട്ടർഫ്ലൈ പറക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഈ അമ്മ പറഞ്ഞു, ഓക്കെ, അത് നടന്നോട്ടെ. കാരണം നിന്റെ ശരീരം ഇപ്പൊ കടന്നു പോകുന്നത് ഇങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസിലൂടെയാണ്. ഇതൊരു ഹോർമോൺ ചേഞ്ച് ആണ് ഇപ്പൊ നടക്കുന്നത്. നിങ്ങൾ ടീനേജിലാണുള്ളത്. ഇങ്ങനെ ഇങ്ങനെ മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്ത് വരും. അപ്പോൾ ഓപ്പോസിറ്റ് സെക്സിനോട് നമുക്ക് തോന്നിയ ഒരു അട്രാക്ഷൻ മാത്രമാണത്. അതിനെ അധികം ഇതായിട്ട് നമ്മൾ കാണണ്ട. എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു ചേഞ്ചസ് ആണ്. നമ്മളത് കാര്യമാക്കണ്ട. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതങ്ങ് പൊക്കോളും. എന്തായാലും പറഞ്ഞല്ലോ. കാരണം ഈ കുട്ടിക്ക് ഇത് പറയാനുള്ള ധൈര്യം കാണിച്ചല്ലോ. ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു ഏജിൽ നമ്മൾ പോയിട്ട് അമ്മേനോട് എനിക്ക് ആ ചെക്കനെ കണ്ടപ്പം ബട്ടർഫ്ലൈ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചിലപ്പം മട്ടലിലൊക്കെ തല്ലി കിട്ടിയെന്നൊക്കെ ഇരിക്കും. കാരണം നമുക്ക് അങ്ങനെ പറയാനുള്ള ആ ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. ചില ആൾക്കാർക്ക് ഉണ്ടായിരുന്നു, എല്ലാവർക്കും എന്നല്ല പറയുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നി അവരുടെ പാരന്റിങ്ങില്. കാരണം അത് തുറന്നു പറയാൻ കാണിച്ച ആ ഒരു ധൈര്യം, ആ അമ്മ അത് എങ്ങനെയാണ് ആ കുട്ടീനെ കൺവിൻസ് ചെയ്തത്, അത് എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞു കൊടുത്തത്. അതൊക്കെയാണ് ഒരു പാരന്റിങ്ങിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായിരുന്നു അത്. അപ്പോ നമ്മൾ പറയുന്നത് അവർക്ക് എന്തുണ്ടെങ്കിലും വന്ന് പറഞ്ഞാൽ ഇതൊക്കെ സൂപ്പർ അടിപൊളി അങ്ങനെ പറയണമെന്നല്ല. ഇതിലെ തെറ്റുകൾ തിരുത്തിയും വിടണം. അപ്പൊ ഇങ്ങനെ തുറന്നു പറയുന്ന കുട്ടികൾക്ക് അവർ പേടി ഉണ്ടാവില്ല. കാരണം അച്ഛന്റെ അമ്മേന്റെ അടുത്തെത്തുമ്പോൾ അവര് പറയും, ഇത് ഇങ്ങനെ ചെയ്യരുതായിരുന്നു, ഇത് മോനെ തെറ്റാണല്ലോ എന്ന് പറഞ്ഞാൽ ആ കുട്ടി അത് അനുസരിക്കും. കാരണം അത്രയും ഫ്രീഡം അവരുടെ ഇടയിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്പൺ ടോക്ക് നടക്കുമ്പോൾ കുട്ടികളുടെ ഇടയിലുള്ള എല്ലാ സംശയങ്ങളും ഒരു പക്ഷെ അവർ പറഞ്ഞു എന്നിരിക്കും. അത് ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കാലത്തില് എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം പണ്ടത്തെ പോലെയല്ല. പണ്ട് നമുക്ക് അച്ഛനോടൊക്കെ സംസാരിക്കാൻ ഒരു പേടിയായിരുന്നെങ്കിലും ഇന്നിപ്പോ എന്ന് വെച്ചാൽ അച്ഛനും മക്കളും ഒക്കെ തമ്മിൽ നല്ല എന്താ പറയാ കണക്ഷനിലാ പോകുന്നത്. അമ്മയാണെങ്കിലും അതുപോലെ തന്നെ അത്രയും ക്ലോസ് ആയിട്ടാണ്. ഇപ്പോ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി രാത്രി ഉറങ്ങാൻ നേരത്ത് അമ്മേന്റെ അടുത്ത് ചോദിക്കുന്നതാണ്, അമ്മ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടും പ്യൂബർട്ടി വന്നില്ലെങ്കിൽ പ്രശ്നമുണ്ടോന്ന്. സത്യം പറഞ്ഞാൽ ഈ അമ്മ അന്നാണ് ആ വാക്ക് കേൾക്കുന്നത് തന്നെ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അമ്മ പറഞ്ഞു, ഞാൻ നാളെ നോക്കിയിട്ട് പറഞ്ഞു തന്നാ മതിയോ, ഇപ്പൊ നീ കിടന്നുറങ്ങുന്നു പറഞ്ഞു. നെക്സ്റ്റ് ഡേ ആയപ്പം അമ്മ നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത്, ഈ ആൺകുട്ടികൾക്ക് ഒരു 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അവരുടെ മീശ മുളയ്ക്കും, സൗണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് മാറും. അപ്പൊ ഇതാണ് ഈ കുട്ടി ചോദിച്ചത്. ഈ കുട്ടി 5ാം ക്ലാസ്സിലാണ്, പക്ഷെ ഇവന്റെ ഫ്രണ്ട് 8ലാണ്. അപ്പൊ ഇവര് ഈ സ്കൂളിൽ പോകുമ്പോൾ നടത്തുന്ന ഡിസ്കഷനാണ്, ആ 8ൽ പഠിക്കുന്ന ചേട്ടന് ഇതുവരെ പ്യൂബർട്ടി വന്നില്ലെന്ന് തോന്നുന്നു, ബാക്കിയുള്ള എല്ലാവരുടെയും സൗണ്ട് മാറി, എന്റെ സൗണ്ട് മാത്രം മാറുന്നില്ല, അപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അത് ഇവൻ ഈ കൂട്ടുകാരനോട് ഷെയർ ചെയ്തു. അപ്പൊ ഈ കൂട്ടുകാരനാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ അമ്മേന്റെ അടുത്ത് ചോദിക്കുന്നത്, അമ്മ 8ലെത്തിയിട്ടും പ്യൂബർട്ടി വന്നില്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്ന്. നമ്മൾ ശരിക്കും അന്ന് ഷോക്കായി പോയി. കാരണം നമ്മൾ ആരും അത്രയും ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇന്നത്തെ ആ ഒരു ജനറേഷന്റെ ആ ഒരു ചേഞ്ചസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പൊ സാധാരണ ഇത് കേൾക്കുമ്പോൾ മിണ്ടാതെ കിടന്നുറങ്ങടാ, ഇതൊക്കെ എന്തിനാ ഇപ്പൊ നീ അന്വേഷിക്കുന്നേ, ഇതിന്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ പറഞ്ഞു കൊടുക്കാതെ ആ അമ്മ നെക്സ്റ്റ് ഡേ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പാരന്റ്സ് അവരെ അത് ശ്രദ്ധിച്ചോളും, നീ അത് ടെൻഷൻ ആവണ്ട, ഇതിങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവുന്ന ഭാഷയിൽ ഹെൽത്തി ആയിട്ട് അത് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഈ ഓപ്പൺ ടോക്ക് എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഇതൊക്കെയാണ് ഞാനിങ്ങനെ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് കുട്ടികൾക്ക് ഇത് തുറന്നു പറയാൻ പറ്റാത്തതുണ്ടാവും. ഇതിപ്പോ ഞാൻ രണ്ട് ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ അവരെന്തെങ്കിലും ഒരു അപകടത്തിൽ പെട്ടു, അവർക്കത് വീട്ടിൽ പറയാൻ പറ്റാതെ എത്രയോ കുട്ടികൾ അത് ഉള്ളിൽ ഒതുക്കിയിരിക്കുന്നുണ്ടാവും പേടിച്ചിട്ട്. അപ്പൊ ആ ഒരു പേടിയില്ലാതെ അച്ഛനോടും അമ്മേനോടും വന്ന്, അമ്മ എനിക്ക് ഇങ്ങനെ പറ്റി, ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അവരാ ഒരു ചേർത്ത് നിർത്തുന്ന ആ ഒരു ചെറിയൊരു ഹഗ് മതിയാവും. ഇല്ല സാരില്ല പോട്ടെ, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്ന ആ ഒരു വേർഡ് മതിയാവും അവർക്ക് നമ്മുടെ അടുത്തുള്ള ട്രസ്റ്റ് കൂടാനും ആ ഒരു ബന്ധം മനോഹരമാക്കാനും. ആ ട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് അത് തുറന്നു പറയാൻ പേടിക്കുന്നത്. കാരണം ഇവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. അതാണ് ഞാൻ ഈ ഓപ്പൺ ടോക്ക് എന്നുള്ള ഈ ഒരു പോയിന്റ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ടുള്ള സാഹചര്യത്തിൽ. ഇതുവരെ ഉണ്ടായിരുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മുടെ യൂട്യൂബും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഇത് നമ്മളിലേക്ക് എത്തുന്നതും എങ്ങനെ വേണം എന്ത് ചെയ്യണം എന്നൊക്കെ അറിയുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോഴോ അല്ലെ മുന്നോട്ടുള്ള ഒരു കോഴ്സുകളിലോ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആരും എടുത്തു തരുന്നില്ല നമുക്ക്. അത് നമ്മൾ സ്വന്തം ഇപ്പൊ പഠിച്ചു വരുന്ന ഒരു അവസ്ഥയിലേക്കാണ്. നമ്മുടെ സ്കൂളിൽ ഒരു സിലബസിലോ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇല്ല.
അതുപോലെ തന്നെ സെൽഫ് സ്കിൽസ് ഇല്ല, എങ്ങനെ പേഴ്സണൽ ഡെവലപ്മെന്റ് ചെയ്യണം, അതിന്റെ കാര്യങ്ങളൊന്നും നമ്മുടെ സിലബസുകളിലില്ല. അപ്പൊ നമുക്കിതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ആ കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും അവരുടെ മുന്നോട്ടുള്ള ലൈഫിൽ. ഇപ്പൊ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒത്തിരി വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അവർ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ ഇത്രയാണ് വരുന്നത്, എൻ്റെ അച്ഛൻ ഇതാണ് ജോലി, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇതാണ് ജോലി, ഇത്രയൊക്കെയാണ് എൻ്റെ വീട്ടിൽ വരുമാനം വരുന്നത്. അപ്പൊ നമ്മൾ വീട്ടിലിരുന്ന ഒരു ബഡ്ജറ്റ് പ്ലാനിങ് ഒക്കെ ചെയ്യുമ്പോൾ കുട്ടിയല്ലേ എന്നോർത്ത് അവരെ കൂട്ടാതിരിക്കണ്ട, അവരും കൂടി ഇൻവോൾവ് ആവട്ടെ. അപ്പൊ അവർക്ക് മനസ്സിലാവും എന്തൊക്കെ എക്സ്പെൻസ് ആണ് നമുക്കൊരു മാസം ഉള്ളത്. അതുപോലെ തന്നെ ഈ വീട്ടിലെ ബാധ്യത, എത്രത്തോളം കടങ്ങളുണ്ട് നമ്മുടെ വീട്ടില്, ഇതൊക്കെ അറിയുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു അവയർനെസ് ആവും. ഓക്കെ, നമുക്ക് ഇത്രയും ചെലവുകളുണ്ട് ഈ മാസം ഈ വീട്ടില്. അപ്പൊ അച്ഛന്റെ അമ്മേന്റെ സാലറി നിന്നാണ് ഇത് മുഴുവൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ അച്ഛൻ ഈ മാസം പണി ഉണ്ടായിരുന്നില്ല, അല്ലെ കഴിഞ്ഞ മാസം ലീവ് ആയിരുന്നു, ഇത്ര എമൗണ്ടേ വന്നിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ആ കുട്ടീനെ അത് പ്രേരിപ്പിക്കും. ഏറ്റവും ചെറുതിലെ അല്ല, കുറച്ചൊന്ന് മുതിർന്നു കഴിയുമ്പോൾ. പക്ഷെ അവരെ എപ്പോഴും ഇൻവോൾവ് ചെയ്യിക്കുന്നത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ ഒരിക്കലും അവരുടെ എക്സ്പെൻസിനെ റെസ്ട്രിക്ട് ചെയ്യാനല്ല, അവരൊന്ന് അവെയർ ആയിട്ടിരിക്കാന്, ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നതെന്ന് അറിയാൻ. ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഒരുപാട് കുട്ടികളുണ്ട് വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാത്ത. കാരണം അവര് ചോദിക്കുന്നതെല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. അവരെന്ത് ആവശ്യം പറഞ്ഞാൽ അതെല്ലാം നെക്സ്റ്റ് ഡേ തന്നെ അവരുടെ മുന്നിൽ എത്തുന്നത് കൊണ്ട് ഇവരൊരിക്കലും വീട്ടിൽ ഈ ഒരു ഫിനാൻഷ്യൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഈ പൈസ എവിടുന്നാ വരുന്നത്, ഇത് നമ്മുടെ കയ്യിലുള്ള പൈസയാണോ, ഇപ്പൊ അച്ഛൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസയുണ്ടോ, ഇതൊന്നും ഒരു പക്ഷെ അറിയണമെന്നില്ല. അതിന് അവരെ നമുക്ക് ബ്ലെയിം ചെയ്യാനും പറ്റില്ല. കാരണം അവർ കടന്നു പോകുന്ന സാഹചര്യം അങ്ങനെയാണ്. ഇന്നിപ്പോ എന്ത് ചോദിച്ചാലും നാളെ കിട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഒരിക്കലും അവരൊരു വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. കുട്ടി എന്നൊരു ആഗ്രഹം പറഞ്ഞാൽ നാളെ അല്ലെ വിത്തിൻ 1 വീക്ക് നമ്മളത് നടത്തി കൊടുക്കും. അപ്പൊ ആ ഒരു വീട്ടിലെ ബാധ്യതകളോ ഇത്ര കടങ്ങളുണ്ടെന്നുള്ളതൊന്നും അവർ തിരിച്ചറിയാൻ സാധ്യതയില്ല. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ചില കുട്ടികള്. ഇപ്പൊ വീട്ടിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷെ അച്ഛനും അമ്മയും അത് അവരെ അറിയിക്കാതെ ആയിരിക്കും വളർത്തിയിട്ടുണ്ടാവുക. പെട്ടെന്ന് സ്കൂളിൽ നിന്ന് ഒരു ടൂർ പോകണം. ഇപ്പൊ നമുക്കറിയാം മിനിമം 5,000 ആണ് സ്റ്റാർട്ടിങ് തന്നെ ഒരു ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഈ കുട്ടി വീട്ടിൽ വന്നിട്ട് പറയാണ് എനിക്ക് ട്രിപ്പ് പോകണം. അപ്പൊ പോണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അപ്പൊ തന്നെ കരയാൻ തുടങ്ങും, വഴക്കുണ്ടാക്കും. അതിപ്പോ 13 വയസ്സാണേലും 15 വയസ്സാണേലും അവർക്ക് അതായിരിക്കും അവരുടെ ഒരു ഹാബിറ്റ്. കാരണം ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടും. നെക്സ്റ്റ് ഡേ തന്നെ എവിടെന്നെങ്കിലുമൊക്കെ പൈസ അറേഞ്ച് ചെയ്ത് അവന് കൊടുക്കും, അല്ലെ ആ കുട്ടിക്ക് കൊടുക്കും. അവരതുകൊണ്ട് അടുത്ത ദിവസം ട്രിപ്പ് പോകും. അതിന്റെ ഇടയ്ക്ക് നമ്മൾ പോക്കറ്റ് മണി കൊടുക്കണം. അങ്ങനെ ആ ഒരു മന്ത് തന്നെ ചിലപ്പോൾ ഒരു 8,000 രൂപേന്റെ അടുത്ത് മാറേണ്ടി വരും. ചിലപ്പോൾ അത് ഡിപ്പെൻസ് ആട്ടോ, ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ സ്കൂളുകളെ അനുസരിച്ച് അത് ഡിഫറെന്റ് ആണ്. പക്ഷെ ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ അവരറിയുന്നില്ല നമ്മൾ എത്രത്തോളം കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നത്. ഈ പൈസ ഇപ്പൊ എടുക്കാൻ പറ്റുമായിട്ടാണോ എടുത്തത്, ഇതൊന്നും അറിയുന്നില്ല. ഇതൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഇവരെ നമ്മൾ ഒരിക്കലും റെസ്ട്രിക്ട് ചെയ്യുമല്ല എമൗണ്ടിന്റെ അടുത്തുനിന്ന്, ഇവരെ ചെലവാക്കാനും നമ്മൾ പഠിപ്പിക്കണം. അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു കുട്ടിക്ക് മാസം ഒരു 100 രൂപയോ 500 രൂപയോ അവന്റെ പ്രായത്തിനനുസരിച്ച് എത്രയാണോ ഒരു ചെലവ് വരുന്നത്. കാരണം അവർക്ക് സ്കൂളിന്റെ ഇടയ്ക്ക് പേന വാങ്ങാനുണ്ടാവും, ബുക്ക് വാങ്ങാനുണ്ടാവും, അങ്ങനെ ഓരോ കാര്യങ്ങൾ വാങ്ങാനുണ്ടാവും, അവരുടെ സ്റ്റേഷനറി ഐറ്റംസ്. അത് വാങ്ങാൻ വേണ്ടി അന്നന്ന് പൈസ കൊടുക്കാത്ത ഒരു മാസത്തേക്ക് നമുക്കൊരു 200 500 രൂപ കൈ കൊടുക്കാം. എന്നിട്ട് പറയാം നീ ഇതിൽ നിന്ന് നീ എമൗണ്ട് എടുത്തു, എന്നിട്ട് ഇതിന്റെ ബാക്കി വരുന്നത് നീ തന്നെ സൂക്ഷിച്ചു വെച്ചു. അപ്പൊ അവർക്ക് ആ ഒരു പൈസയിൽ എത്ര രൂപ സ്പെൻഡ് ചെയ്യാം, അതിൽ നിന്ന് ബാക്കി വരുന്ന പൈസ എടുത്തു വെച്ചാൽ ഇത് എനിക്കൊരു സേവിങ്സ് ആയി. അങ്ങനെയുള്ളൊരു സേവിങ്സ് മനോഭാവവും എങ്ങനെ പൈസ ചെലവാക്കണമെന്നും അവരെ നമുക്ക് ചെറിയ രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും. അതായത് ഇതൊരു ചെറിയൊരു ടിപ്പാണ്, ഇതല്ലാതെ ഒരുപാട് വേറെയും വഴികളുണ്ട്. ജസ്റ്റ് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടില് എൻ്റെ നീസ് ഉണ്ട്, ഏട്ടൻ്റെ മക്കള്. അപ്പോൾ അവിടെ ഏട്ടൻ ചെയ്യുന്ന ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. രണ്ട് കുട്ടികൾക്കും രണ്ട് കുടുക്ക വാങ്ങിക്കൊടുത്തു. കുടുക്ക എന്ന് പറയുമ്പോൾ പറയല്ല, അവർ ഈ പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. എന്നിട്ട് എന്നും ഈ അച്ഛൻ വരുമ്പോൾ രണ്ടു കുട്ടികൾക്കും 10 രൂപ 5 രൂപ ചെറിയൊരു തുക കൊടുക്കും. ഇത് ചേച്ചിയും അനിയനും കൂടി അവരവരുടെ കുടുക്കയിൽ നിക്ഷേപിക്കും. അതിനുശേഷം ഈ ഒരു വർഷം ആവുന്ന സമയത്ത് ഇവരുടെ ഒരു ബർത്ത്ഡേ വരുമല്ലോ, ഈ ബർത്ത്ഡേന്റെ സമയത്താണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ഈ അച്ഛൻ ചോദിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടത്, കേക്ക് വേണോ ഉടുപ്പ് വേണോ, ഈ പൈസക്ക് എന്താണോ കിട്ടുന്നത് അത് ഞാൻ വാങ്ങിത്തരാം. ഇവര് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുമായിരിക്കും. അപ്പൊ ഈ മക്കൾ ഇത് എണ്ണി നോക്കും. അന്നേരം അവർക്ക് എന്താണോ ഇമ്പോർട്ടന്റ് അതേ അവര് പറയുള്ളൂ. അത് മാത്രല്ല, ഇവര് ചെറുതിലേ മുതൽ ഈ പൈസ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തത് കൊണ്ട് ഒരു കടയിൽ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അത് വേണമെന്ന് പറയാതെ അവിടെ ഉള്ള സെയിൽസ്മാനോട് പോയി ചോദിക്കും ചേട്ടാ ഇതിന് എത്രയാ രൂപ, എന്നിട്ട് അവരിരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. എന്റെ കയ്യിൽ ഇപ്പൊ ഇത്ര രൂപയുണ്ട്, ഇത്രയും കൂടെ ഉണ്ടല്ലേ നടക്കുള്ളൂ. അപ്പൊ വന്നിട്ട് ചോദിക്കും അച്ഛാ എനിക്കൊരു 10 രൂപയും കൂടി തരുമോ, അല്ലെങ്കിൽ 50 രൂപയും കൂടി തന്നാൽ എനിക്ക് ഈ സാധനം വാങ്ങായിരുന്നു, ഞാൻ ഇന്ന ഷോപ്പിൽ ചോദിച്ചിട്ടുണ്ട് അവിടെ ഇത്ര രൂപയാണ്, അപ്പൊ ഇത്ര പൈസയും കൂടി തന്നിട്ടുണ്ടെങ്കിൽ എനിക്കിത് വാങ്ങും. അപ്പൊ അവർ ആ പൈസേനെ പറ്റി അവെയർ ആണ്.
എത്ര രൂപയാവും ഈ ഓരോ പ്രൊഡക്റ്റിനും. അത് അറിഞ്ഞിട്ടാണ് അവർ ചോദിക്കുക. ഇപ്പൊ അവർ പെട്ടെന്ന് ഷോപ്പിൽ ചെല്ലുമ്പോൾ ഒരു സംഭവം കണ്ടു, അതിന് 2000 എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കുട്ടികളായതുകൊണ്ട് അവർക്ക് ഇപ്പൊ അതിനൊരു 1 ലക്ഷത്തിന്റെ വാല്യൂ ആണ് 2000 രൂപ എന്ന് പറഞ്ഞാൽ. അപ്പൊ അവര് പറയും, അയ്യോ വേണ്ട, അത്രയും പൈസ ഇല്ല, അതൊന്നും ശരിയാവില്ല, അച്ഛൻ്റെ കയ്യിൽ ഉണ്ടാവില്ല, അല്ലെ എന്റെ കുടുക്കയിൽ അത്രയും ഇല്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് അവർ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ ആ ഒരു തോട്ടാണ് മുന്നോട്ടേക്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. എങ്ങനെ മുന്നോട്ട് നമ്മൾ സർവൈവ് ചെയ്യുമ്പോഴും ഈ നമ്മൾ വളരെ ചെറുപ്പത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് ആ കുട്ടീന്റെ ലൈഫ് ലോങ് അവൻ കൊണ്ടുപോകുന്ന ഒരു ഫിനാൻഷ്യൽ ഒരു അച്ചടക്കം എന്ന് പറയാം. പിന്നെ ബാക്കിയുള്ളത് അവർ പോകെ പോകെ സ്വന്തം വളർത്തിയെടുത്തോളും. അപ്പോൾ അതിന്റെ വേറൊരു എക്സാമ്പിൾ എനിക്കിപ്പോ ഒരു പ്രൗഡായിട്ട് പറയാന്നുള്ളത്, എന്റെ 18 ഇയേഴ്സിലാണ് ഞാൻ എന്റെ ഫസ്റ്റ് സാലറി വാങ്ങുന്നത്. അപ്പൊ അത് കയ്യിൽ കിട്ടിയ സമയത്ത് ഞാനും വിറയ്ക്കുമായിരുന്നു, അയ്യോ ഇത്രയും രൂപ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. അപ്പം എനിക്കൊരു ഷിവറിങ് ഉണ്ടായിരുന്നു, ഞാനത് കയ്യിൽ വെക്കണോ. കാരണം നമ്മളന്ന് 1000 രൂപ എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു എന്താ പറയാ 50,000 1 ലക്ഷം പോലെ അന്ന് കണ്ടോണ്ടിരുന്നത്. അപ്പോൾ ഇത്ര ഒരു തുക വന്നപ്പം അന്ന് ഇപ്പൊ എനിക്കത് അധികം പൈസ ആയിട്ട് തോന്നുന്നില്ല. 5000 8000 രൂപ എന്ന് പറയുന്നത് അത്ര വലിയൊരു എമൗണ്ട് അല്ല. പക്ഷെ കോളേജിൽ ലൈഫിൽ നിന്ന് പെട്ടെന്നാണല്ലോ നമ്മളൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളായത്. അപ്പൊ ആ ഒരു പൈസ കൈ കിട്ടിയപ്പോ എനിക്കൊരു ഷിവറിങ് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ വല്യമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്, അത് സ്വന്തം കൈകാര്യം ചെയ്ത് പഠിക്കുക, എപ്പോഴും ഇങ്ങനെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യല്ലേ. ഇന്ന് നീ അച്ഛനെ ഡിപ്പെൻഡ് ചെയ്താ നാളെ നീ നിന്റെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ആവും. പിന്നെ അത് കഴിഞ്ഞ് വയസ്സായി കഴിയുമ്പോൾ മക്കളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ എമൗണ്ട് അത് സ്വന്തം കൈകാര്യം ചെയ്ത് പഠിക്കുക. എന്തിനാ മേടിക്കുന്നത്, അത് അക്കൗണ്ടിൽ വെക്കുക, ആവശ്യങ്ങൾക്ക് എടുക്കുക, സേവ് ചെയ്യേണ്ടത് സേവ് ചെയ്യുക. അപ്പൊ അന്ന് എനിക്ക് അവര് തന്നെ ആ ഒരു ധൈര്യമാണ്, ആ സാരല്ലേ ഈ പൈസ ഞാൻ കൈകാര്യം ചെയ്യാം. അല്ലെങ്കിൽ അന്നേരത്തെ എന്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് ഞാനിത് മുഴുവൻ എന്താ പറയാ പപ്പയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് കയ്യിലൊരു 500 രൂപ 1000 രൂപ വെച്ച് പിന്നെ മാസം ആഴ്ചയിൽ എന്തെങ്കിലും ചെലവ് വന്നാൽ കുറച്ച് പൈസ ഇങ്ങോട്ട് ഇട്ട് തരാൻ പറയാം. ആ ഒരു രീതിയിലായിരിക്കും അപ്പൊ എന്റെ വളർച്ച പോകുന്നത്. ഇത് അങ്ങനെ പോവാതെ എമൗണ്ട് ഞാൻ തന്നെ കൈകാര്യം ചെയ്തപ്പോൾ ഇത് എന്റെ എമൗണ്ട് ആണ്, എവിടെ എത്ര രൂപ സ്പെൻഡ് ചെയ്യണം, എങ്ങനെ അതിന്റെ കയ്യിൽ സേവ് ചെയ്യണം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അത് പതിയെ പതിയായിരുന്നു, ഒറ്റ ദിവസം കൊണ്ടല്ല. ഇത് കുറച്ച് കയ്യിൽ വന്നപ്പോൾ ഇത് ഞാൻ എവിടെ എങ്ങനെയൊക്കെ ചെയ്യണം. അന്നൊന്നും ഇൻവെസ്റ്റ്മെന്റോ നമുക്ക് SIP അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാനുള്ള ഒരു ചാൻസും ഇല്ല. ആകെ അറിയാവുന്നത് സ്വർണം വാങ്ങുക, പൈസ കൂട്ടി വെക്കുക, സ്വർണം വാങ്ങുക, പിന്നെ മറ്റേ പോസ്റ്റ് ഓഫീസിന്റെ RD. അത് മാത്രമാണ് അന്ന് ആ ഒരു ഏജിൽ എനിക്കും അറിയുള്ളൂ, എന്റെ പേരൻസിനും പറഞ്ഞു തരാൻ അറിയുള്ളൂ. അപ്പൊ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു മാരേജിന്റെ സമയമായപ്പോഴേക്കും ഏകദേശം എനിക്ക് വേണ്ട ഓർണമെന്റ്സ് എനിക്ക് സ്വന്തം വാങ്ങാൻ പറ്റി. അതുപോലെ തന്നെ എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് എൻ്റെതായ ഒരു സേവിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ ഈ എമൗണ്ട് വന്നപ്പം വീട്ടിലേക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ പേരൻസ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഒന്നൊരു സ്ഥലത്ത് സ്റ്റക്ക് ആവുമ്പോൾ എനിക്ക് മുന്നോട്ട് ചെല്ലാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്തു തരാം, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്തോളാം, ഇതിന്റെ ഓണർഷിപ്പ് ഞാൻ എടുത്തോളാം എന്ന് പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു ധൈര്യം എനിക്ക് കിട്ടിയത് ഞാനിത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഒന്നും വീട്ടിൽ നിന്ന് ചോദിച്ചില്ല എന്നല്ല, അവരുടെ അടുത്തുനിന്ന് ഒരു ശ്രദ്ധയും ഉണ്ടായിരുന്നു, പിന്നെ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാനിത് വേണ്ട രീതിയിൽ സേവ് ചെയ്തോളൂ എന്ന്. കാരണം എല്ലാ മാസവും ഇത്ര എമൗണ്ട് ഞാൻ സേവ് ചെയ്യുന്നത് അവർ കാണുന്നുണ്ട്, ഓരോ വർഷം ഞാൻ ഇങ്ങനെ ഒരു സാധനം വാങ്ങുന്നത് ഇവർ കാണുന്നുണ്ട്, ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആവശ്യം അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് ജസ്റ്റ് എനിക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയാൻ തോന്നി ഫിനാൻഷ്യൽ എഡ്യൂക്കേഷന്റെ. പിന്നെ അടുത്തത് പറയാനുള്ളത് ദ അൺസ്പോക്കൺ ബേർഡൻ എന്ന് പറയും. ഇത് ഒരു പക്ഷെ എല്ലാവർക്കും കണക്ട് ആവണമെന്നില്ല, കാരണം നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ആഹ് ചില വീടുകളിൽ അത് ഡിഫറെന്റ് ആയിട്ട് പോകും. അതായത് ഒരു മൂത്ത കുട്ടിക്ക് കിട്ടുന്ന റെസ്പോൺസിബിലിറ്റി, എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ മണിസാർ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. അപ്പൊ മൂത്ത കുട്ടി എന്ന് പറയുമ്പോൾ അത് ആൺകുട്ടിയാവാം, പെൺകുട്ടിയാവാം, ചേട്ടനാവാം, അനിയനാവാം. അത് ചില വീടുകളിൽ ഡിഫറെന്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അത് ഓരോ വീടുകളിലെ എന്താ പറയുക സാഹചര്യവും സിറ്റുവേഷൻസും ഒക്കെ അനുസരിച്ചിരിക്കും. മൂത്ത കുട്ടിയായി ജനിച്ചത് കൊണ്ട് മാത്രം ആ വീടിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്ന കുട്ടികളുണ്ട് നമ്മുടെ ചുറ്റിനും. അതുപോലെ തന്നെ ആ വീട് പണിയുന്നത്, വീട്ടിൽ വരുന്ന അച്ഛൻ ഉണ്ടാക്കി വെച്ച ബാധ്യതകൾ തീർക്കല്, പിന്നെ താഴെ എന്താ പറയാ സഹോദരിമാരുണ്ടെങ്കിൽ 3 4 പെങ്ങന്മാരുണ്ടെങ്കിൽ അവരെയൊക്കെ കല്യാണം കഴിപ്പിച്ചു വിടേണ്ടത്. കല്യാണം കഴിപ്പിച്ചു വിട്ടാലും ആ ബാധ്യത അവിടെ തീരുന്നില്ല. ഇപ്പൊ നമ്മുടെ ഒരു സോഷ്യൽ നോ എന്ന് പറയും, അതായത് നമ്മുടെ ഭാഷ പറഞ്ഞ നാട്ടു നടപ്പ് എന്ന് പറയും. ആ നാട്ടു നടപ്പ് അനുസരിച്ച് ആ സഹോദരിയുടെ ആദ്യത്തെ പ്രസവം അല്ലെ ചിലപ്പോൾ രണ്ടാമത്തെ പ്രസവം അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ സ്ഥലത്തും അത് ഡിഫറെന്റ് ആണ്, ഓരോ നാട്ടിലും ഓരോ രീതിയാണ്. 14 ജില്ലയുണ്ടെങ്കിലും നമ്മുടെ എന്താ പറയാ നിയോജക മണ്ഡലത്തിനേക്കാളും കൂടുതൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള നാടാണ് നമ്മുടെ. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ രീതിക്കായിരിക്കും അത് പോകുന്നുണ്ടാവുക. അങ്ങനെ അവരുടെ ചിലപ്പോൾ ഒരു പക്ഷെ ഡെലിവറി എക്സ്പെൻസ്, അതിനിപ്പം പെങ്ങളൊരു വീട് വെക്കുന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പം ഈ ആങ്ങളെ പൈസ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിലെ മൂത്ത പെൺകുട്ടിയാണെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം അവളുടെ അടുത്തായിരിക്കും വന്ന് പറയാ. അപ്പൊ വീട്ടിലെ മൂത്തതായത് കൊണ്ട് മാത്രം ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ കുറേ ബാധ്യതകൾ ഇവരുടെ അടുത്തേക്ക് വരും. ഇന്നിപ്പോ നമ്മളൊരു സോഷ്യൽ നോംസിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്ന ഇത് ചെയ്യുന്ന പലരും
ഇത് എന്താ പറയാ, ഞാനൊരു ടോർച്ചറാണ് അനുഭവിക്കുന്നതെന്നോ, അല്ലെങ്കിൽ ഇത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാ, ഇവിടെ ഞാൻ ഒരിക്കലും ഓപ്പൺ അപ്പ് ആവരുത്, ഞാനാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ഒരു മൈൻഡിലേക്ക് വരുന്നുണ്ട്. ഒരിക്കലും നമ്മൾ അവിടെ നോ പറയില്ല. ആ ഒരു വിഷമങ്ങളോ അല്ലെ എൻ്റെ കയ്യിൽ ഇത്ര എമൗണ്ട് ഇല്ല, ഞാനിപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിലെ കടന്നു പോകുന്നതെന്ന് പറയാൻ ഒരു കുട്ടിയും ധൈര്യപ്പെടില്ല. അവരിപ്പോ ഒരു 30 ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു 22 കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഒരു ബുദ്ധിമുട്ട് അറിയുന്നുണ്ടാവും. അതുവരെ അത് കുഴപ്പമില്ലാതെ പോകും. പക്ഷെ ചെറിയ പ്രായത്തിലൊക്കെ നമുക്ക് പറയാറുണ്ട്, നീ എന്നിട്ട് അനിയത്തിനെ നോക്കണം. അപ്പൊ നമ്മൾ ആ ഒരു കളിച്ച് നടക്കുന്ന സമയത്ത് നമുക്ക് അതൊന്നും തോന്നൂല. പക്ഷെ നമ്മളൊരു അഡൾട്ട് ആയി കഴിയുമ്പോഴാണ് ഇതിന്റെ വേറൊരു ഗെയിം നടക്കുന്നത്. ഇതിൽ ഈ കുട്ടി ചെയ്ത ആദ്യൊരു തെറ്റ്, ആ കുട്ടി ആദ്യം ജനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പേരൻസ് ഇങ്ങനെ ഒരുപാട് പ്രഷർ ഇട്ട് കൊടുക്കാതെ അവരും ചിന്തിക്കണം, ഈ ഒരു കുട്ടിക്ക് ശേഷം അടുത്ത കുട്ടി ജനിച്ചത് നമ്മൾ ഈ മൂത്ത കുട്ടീനെ മനസ്സിൽ കണ്ടുകൊണ്ടാണോ, മൂത്ത കുട്ടി നോക്കൂന്ന് ഓർത്തിട്ടാണോ രണ്ടാമത്തെ കുട്ടീനെ ജനിപ്പിച്ചതെന്ന് ചിന്തിക്കണം. ഇത് പണ്ട് അങ്ങനെ ആയിരുന്നിരിക്കാം, അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. അന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഒരു 8-9 കുട്ടികളുണ്ടെങ്കിൽ മൂത്ത ആളാണ് രണ്ടാമത്തെ ആളെ നോക്കുക, രണ്ടാമത്തെ ആളാണ് മൂന്നാമത്തെ ആളെ നോക്കുക. അപ്പൊ അത് ആ കാലമായിരുന്നു, അന്നത് അക്സെപ്റ്റബിൾ ആയിരുന്നു. ഇന്നിപ്പോ നമ്മൾ 2026-ലെത്തി. ഇത് എല്ലാവർക്കും അവരവരുടേതായ ലൈഫ് ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കുറെ ട്രാപ്പിൽ ഇവര് പെടുത്തിയിട്ടുണ്ടെങ്കിൽ ചിലരിത് സന്തോഷത്തോടെ ചെയ്യും. കാരണം ഇവർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല, ഇതെന്റെ ഉത്തരവാദിത്വം. അത് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരും ഉണ്ട്. ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെങ്ങളുടെ കല്യാണത്തിന് സ്വർണ്ണം എടുക്കാൻ വേണ്ടി അച്ഛനെയും അമ്മേനെയും പെങ്ങളെയും ജ്വല്ലറിയിലാക്കിയിട്ട് സൂയിസൈഡ് ചെയ്ത ഒരാളുടെ സ്റ്റോറി. അത് എനിക്ക് തോന്നുന്നു 2015-16 കണ്ട് നടന്നത്. അന്ന് ഞാനത് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ആ മെൻസ് ഡേക്ക് ഒരു ക്ലാസ് എടുത്തൊക്കെ പറഞ്ഞത്, അവർ അനുഭവിക്കുന്ന ആ ഒരു പ്രഷർ. ഇന്നത്തെ കാലത്ത് ഇപ്പൊ മെൻസ് വുമൺ എന്നൊന്നുമില്ല, എല്ലാവരും ഈ പ്രഷർ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളുടെ കയ്യിൽ അതുണ്ടോ, അവർക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ടോ, പൈസ ഉണ്ടോ കയ്യില്, ഇതൊന്നും ചിന്തിക്കാതെ ആയിരിക്കും ഈ ഒരു പ്രഷർ ഇവർക്ക് കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ അവരെന്താ ചെയ്യുക, അവരതെല്ലാം എന്താ ഒരു ബേർഡൻ ആയിട്ട് ഉള്ളിലുണ്ടെങ്കിലും അവരത് തുറന്നു പറയില്ല. അവരത് അങ്ങനെ തന്നെ ഉള്ളിൽ വെക്കും. ഇത് വീടിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം. അതുപോലെ തന്നെ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ വീട്ടിലെ മൂത്ത ആളായിരിക്കും നാട്ടിൽ എന്തെങ്കിലും പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരിക. അതിപ്പം ചിലവര് പക്ഷെ വീട്ടിലെ മൂത്തയാള് വീട്ടിൽ തന്നെ ഉണ്ടാവും, ഇളയാൾ അബ്രോഡ് ആയിരിക്കും. അപ്പൊ ഈ അബ്രോഡ് എന്നുള്ളതിന്റെ ഒറ്റ കാരണം കൊണ്ട് ചിലപ്പോൾ ഇത് അബ്രോഡ് ഉള്ളതിന്റെ തലയിലാവും. നീ ആ പേയ്മെന്റ് അങ്ങ് കൊടുത്തരാം, അവിടെ കല്യാണം ഉണ്ട്, ഇവിടെ നൂലുകെട്ടുണ്ട്, അപ്പുറം ചോറൂണുണ്ട്, അവിടെ ഇത്ര കൊടുക്കണം. അവര് നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് 50,000 രൂപ തന്നെ, അപ്പൊ നമ്മൾ തിരിച്ച് മിനിമം ഒരു 60,000 അല്ലെങ്കിൽ ഒരു 1,00,000 രൂപ കൊടുക്കണം. അത് പറയുമ്പോ ഈ ഒരു ആൾക്ക് എന്റെ കയ്യിൽ അത്ര ഇല്ല അമ്മ, അല്ലെ എന്റെ കയ്യിൽ അത്ര ഇല്ല, എനിക്കിപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്ന് തുറന്നു പറയാൻ പറ്റൂല. ആ ഒരു സാഹചര്യത്തിലൂടെ അവിടെ അവർ കടന്നു പോകുന്നുണ്ട്. ഇത് വീട്ടിലെ മൂത്ത കുട്ടീന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ, പല കുട്ടികളും ഇന്നിപ്പോ മൂത്തത് ഇളയതൊന്നുമില്ല, വീട്ടിലെ ഡിപ്പെൻസ് ആണ്. ഓരോ ആൾക്കാർക്കാണ് ഇതിന്റെ ഓരോരോ എക്സ്പെൻസ് ചിലപ്പം ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത്. ഇതൊക്കെ ആ ഒരു റിട്ടയർമെന്റ് പ്ലാനിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ, അല്ലെ അടുത്ത കുട്ടികളെ നിങ്ങൾ എന്താ പറയാ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് അവരുടെ ഓണർഷിപ്പ് പേരൻസ് തന്നെ ഏറ്റെടുക്കുക. അതൊരിക്കലും കുട്ടികളിലേക്ക് കൊടുക്കാതിരിക്കുക. അവർ ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോട്ടെ, ഒരിക്കലും ചെയ്യരുതെന്നല്ല. സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പം എൻ്റെ അനിയത്തിന്റെ പഠന ചെലവുകളൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് അതിനുള്ള സാഹചര്യം ഉണ്ട്, ഞാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊരു ബേർഡൻ ആയിട്ട് അത് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ അനിയത്തി എൻട്രൻസ് എക്സാം എഴുതിയിട്ടാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ കയറുന്നത്. അപ്പൊ അതിന്റെ ഒരു എമൗണ്ട് ഒന്നും എനിക്ക് അത്രയും അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ചെയ്യാം. പക്ഷെ അത് ഫോഴ്സ്ഫുള്ളി ആവുമ്പോൾ നീ ചെയ്തേ പറ്റൂ. അത് കഴിഞ്ഞ് ഇവളെ കല്യാണം കഴിപ്പിച്ച് വിട്ടേ പറ്റൂ, ഇവളുടെ മൊത്തം കാര്യം നീ തന്നെ നോക്കിയേ പറ്റൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ എനിക്ക് എന്റെ ലൈഫും ഉണ്ടാവും, അതല്ലാതെ അനീതിന്റെ ലൈഫ് ഉണ്ടാവും, നാളെ നമുക്കൊരു ഫാമിലി ആകുമ്പോൾ ഇതും ഉണ്ടാവും. അപ്പൊ ഇതും അനുഭവിക്കുന്നവര് നമ്മുടെ ചുറ്റിലും ഉണ്ട്. ഇങ്ങനൊരു സിറ്റുവേഷനും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ആരും ഓപ്പൺ അപ്പ് ആവുന്നില്ല. കാരണം ഓപ്പൺ അപ്പ് ആവാൻ പറ്റില്ല, നമ്മുടെ സോഷ്യൽ നോംസ് അങ്ങനെയാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് അൺസ്പോക്കൺ ബേർഡൻസ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മെന്റൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസ്. ഇത് ആ, ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മൾ ന്യൂസിലൂടെ കേൾക്കുന്നുണ്ട്. ഒരു പക്ഷെ നമ്മുടെ ചുറ്റിലൊന്നും നമ്മൾ കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. കുട്ടികളെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ ആദ്യം പറയാം. അത് ഒത്തിരി വലിയൊരു ഇഷ്യൂ ആവുന്നത് നമ്മൾ ന്യൂസിൽ കാണുന്നത്. ന്യൂസിൽ കാണുന്ന നമുക്ക് അറിയാം, എല്ലാവരും ന്യൂസൊക്കെ കാണുമ്പോൾ അറിയുന്നതാണ് എത്രത്തോളം കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന്. അപ്പൊ അതല്ലാത്ത ഒരു കാര്യം വീടുകളിൽ കോമൺ ആയിട്ട് നടക്കുന്നത്, കുട്ടികളെ തല്ലുന്നത്. തല്ലേ ചെയ്യരുതെന്നല്ല, അതിനെപ്പറ്റി എനിക്ക് ഒത്തിരി ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള അറിവ് എനിക്കും ഇല്ല. പക്ഷെ അവരെ ഫിസിക്കലി നമ്മൾ ഒരുപാട് അങ്ങനെ വിഷമിപ്പിക്കരുത്. കാരണം ഈ തല്ലുമൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഒരുപക്ഷെ അവരോടുള്ള തന്നെ ഒരു റെസ്പെക്ട് പോവും. എന്നെ ഒന്നിനും കൊള്ളില്ല അതുകൊണ്ടായിരിക്കും തല്ലിയത്. ഒരുപക്ഷെ അവർക്ക് തന്നെ അറിയത്തുണ്ടാവില്ല എന്തിനാ തല്ല് കിട്ടിയെന്ന്. ആ ഒരു രീതിയിലേക്കായിരിക്കും അവരുടെ തോട്ട് പോവുക. ഇതിപ്പോ ഒരു വടിയെടുത്തൊരു തല്ല് കൊടുക്കുന്ന ഇതൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ചില പേരൻസ് ഉണ്ടാവും മുഖത്തിനിട്ട് അടിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, ഈ ഫിസിക്കൽ ആൻഡ് മെന്റൽ അബ്യൂസിലൊക്കെ വരുന്നതാണ് ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുക. അപ്പൊ ഇവരിത് അറിയുന്നില്ല, ഇവർ എത്രത്തോളം ഒരു
ക്രൂരതയാണ് ഈ കുട്ടീനോട് ചെയ്യുന്നതെന്ന്. ഈ ബാഡ് വേർഡ്സ് ഒക്കെ കേട്ട് വളർന്ന കുട്ടികൾ വളർന്നു കഴിയുമ്പോഴും ഇത് ഇവരുടെ മൈൻഡിൽ കിടക്കും. ചിലപ്പോൾ ഇവരിത് നാളെ ഇവരുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്യും. ഇനിയിപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് തെറ്റാന്ന് അറിഞ്ഞാൽ തന്നെ എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ വിളിച്ചല്ലോ, അല്ലെ അച്ഛൻ അന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ചല്ലോ എന്ന് ഓർത്തിട്ട് ഉള്ളിലൊരു നീറ്റലുണ്ടാവും. അപ്പൊ മാക്സിമം നമ്മൾ കുട്ടികളോട്, മാക്സിമം നല്ല ചെയ്യാനേ പാടില്ല എന്ന് എനിക്ക് തീർത്തും പറയാൻ പറ്റുന്ന കാര്യമാണ്, ദയവ് ചെയ്ത് അവരെ ബാഡ് വേർഡ്സ് വിളിക്കരുത്. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കാം, പക്ഷെ ഒരിക്കലും അതൊരു തെറി വിളിച്ചുകൊണ്ടാവരുത്. അതിനെ നമുക്ക് ഒരിക്കലും ഒരു കാരണം കൊണ്ട് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് ഒന്നുകൊണ്ട് അന്ന് ഞാൻ ദേഷ്യം വന്നിരിക്കുമായിരുന്നു, അന്ന് ഞാൻ അങ്ങനെയായിരുന്നു എന്നൊന്നും പറയുന്നത് അതിനൊരു ന്യായീകരണമല്ല. അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. കുട്ടികളോട് ദേഷ്യപ്പെട്ടോ, അത് ഓരോ മനുഷ്യനാണ്, നമ്മളും ഹ്യൂമൻ ബീങ് ആണ്. പേരന്റാന്ന് വെച്ചാൽ അവര് സൂപ്പർ പവർ ഉള്ള ആരും ആയിരിക്കില്ല, അവരും മനുഷ്യനാണ്. ദേഷ്യപ്പെടാം, പക്ഷെ ഒരിക്കലും അവരെ തെറി വിളിക്കാതിരിക്കുക. ഈ മെന്റൽ അബ്യൂസ് എന്ന് പറയുമ്പോൾ അതിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ഒക്കെ പെടും. നിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് നീ എനിക്ക് ഇതല്ലേ തിരിച്ചു തന്നെ, നിനക്ക് എന്തെങ്കിലും നന്ദിയുണ്ടോ, നിന്നെ ഞാൻ 9 മാസം ചുമന്നത് വെറുതെ ആയില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഗിൽറ്റ് ഫീൽ അവരുടെ ഉള്ളിൽ വരിക. പ്രത്യേകിച്ച് അത് പറയുന്നത് കൊണ്ട് ആ കുട്ടികളിൽ നിന്ന് കൂടുതലൊന്നും നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്തു തരും, പക്ഷെ അതൊരിക്കലും ഒരു ഹാപ്പിയോടെ ആയിരിക്കില്ല ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു ഇമോഷണൽ ബ്ലാക്ക്മെയിൽ നടന്നു കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഗിൽറ്റ് ഫീലും ഒരു സെൽഫ് ഡൗട്ടും, അവർ അവരുടെ ഉള്ളിൽ തന്നെ ഒരു സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യും. നന്ദി ഇല്ലാത്തവളായിപ്പോയി ഞാൻ, അപ്പൊ ഇനിയിപ്പോ അത് പറയിപ്പിക്കേണ്ട, ഞാനങ്ങ് ചെയ്തേക്കാം എന്നുള്ള രീതിയിലായിരിക്കും ചെയ്തു കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ അതും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. മെന്റൽ അബ്യൂസിൽ പെട്ടതാണ് ഈ കാര്യങ്ങളൊക്കെ. ഭയങ്കരമായിട്ട് ഇമോഷണലി ടോർച്ചർ ചെയ്തും, അത് പേരൻസ് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല, അവർ വേറെ ഏതോ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്, അതുകൊണ്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് നമ്മൾ ഈ കാണുന്ന കിഡ്സ് ആണ് നാളെ ടീനേജിൽ പോവും, അഡൾട്ട് ആവും, നാളെ നമ്മൾ എന്താ പറയാ നമ്മുടെ ഈ രാഷ്ട്രത്തിന്റെ പൗരന്മാരായി ജീവിക്കേണ്ടത്. അപ്പൊ നല്ലൊരു മെന്റൽ ഹെൽത്ത് അവർക്ക് കൊടുത്താലേ നമ്മുടെ സൊസൈറ്റിയിൽ നല്ല മെന്റൽ ഹെൽത്ത് ഉള്ള ഒരാൾ വളരുള്ളൂ. അങ്ങനെ എല്ലാവരും ചിന്തിച്ചാലേ നാളെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് മെന്റൽ ഹെൽത്ത് ഉള്ള നല്ലൊരു നെക്സ്റ്റ് ജനറേഷൻ ഇവിടെ രൂപപ്പെടുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഈ മെന്റൽ ഹെൽത്ത് ഒക്കെ നമ്മുടെ ഒരു ലൈഫിൽ ചൈൽഡ് ട്രോമ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മെന്റൽ ഹെൽത്ത് ബ്രേക്ക് ആവുമ്പോൾ, അതുപോലെ തന്നെ ഫിസിക്കൽ അബ്യൂസ് ഒക്കെ നടക്കുന്നതിലൂടെ ഒരു ചൈൽഡ് ട്രോമയിലേക്ക് കുട്ടികൾ പോകുന്നുണ്ടാവും. പിന്നെ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ചൈൽഡ് ട്രോമ നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. ചില കുട്ടികൾക്ക് അത് മനസ്സിലാവും, ചിലർക്ക് ചിലപ്പോൾ കണക്ട് ആവണമെന്നില്ല. കാരണം അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. എല്ലാവരും വിചാരിക്കുന്നത്, ഞാൻ എന്നാ ട്രോമാന്റെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു ഇൻസിഡന്റ് നടക്കുക, ഒരു ആക്സിഡന്റ് വരിക, അതൊക്കെ ആയിരിക്കും എന്നാ വിചാരിക്കുക. പക്ഷെ അല്ല, ചില മൈന്യൂട്ടായ കാര്യങ്ങളും അവരെ ട്രോമയിലേക്ക് തള്ളിവിടുന്നുണ്ടാവും. നമുക്കത് അറിയാൻ പറ്റില്ല. ഒരു പ്രോപ്പർ കൗൺസിലിങ്ങിലൂടെയോ ഇല്ല അവരോട് കുറെ നേരം സംസാരിക്കുമ്പോഴൊക്കെ അത്രയും വിശ്വസ്തമായിട്ടുള്ള ആരോടെ അവരത് തുറന്നു പറയുള്ളൂ. പിന്നെ അവരുടെ ഉള്ളിൽ കുറെ ലിമിറ്റിംഗ് ബിലീഫ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ലിമിറ്റിംഗ് ബിലീഫ്, എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എനിക്ക് മുന്നോട്ട് വരാൻ പറ്റില്ലായിരുന്നു. 10 പേര് നിന്നാൽ 10ാമതായിട്ട് നിൽക്കാനായിരുന്നു എനിക്കിഷ്ടം. മുന്നോട്ടേക്ക് വരാൻ പേടി, ഷിവറിങ്. ഇപ്പോഴും ഈ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ ഞാൻ നന്നായി ഷിവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു പേടി മാറ്റിയെടുക്കണമെങ്കിൽ നന്നായി ഞാനിപ്പോ കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ എന്റെ കരിയറിനും എന്റെ മുന്നോട്ടുള്ള ലൈഫിനും ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഞാനത് ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നതായി കാണുന്നത്. പക്ഷെ ആ ചെറിയ പ്രായത്തിൽ എനിക്ക് വന്നിട്ടുള്ള ആ ഒരു കുറച്ച് ഇഷ്യൂസ്, ഞാൻ പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ടു പോയത്, അതൊക്കെയാണ് ഈ ഒരു ഇഷ്യൂസിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചതെന്നാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അന്ന് കൂട്ടുകാരിൽ നിന്ന് നേരിട്ടോ ഒറ്റപ്പെടലോ അല്ലെ അവര് കളിയാക്കിയതൊക്കെ കൊണ്ടാവാം ഈ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പൊ അത് നമ്മളെല്ലാം ഓവർകം ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ ചൈൽഡ്ഹുഡിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ മുന്നോട്ടുള്ള ലൈഫിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് ലിമിറ്റിംഗ് ബിലീഫ്. ഒരു ലിമിറ്റിംഗ് ബിലീഫ് എനിക്കുണ്ടായിരുന്നു, ഇതൊന്നും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല, ഇതൊന്നും ഞാൻ ചെയ്തത് ശരിയാവില്ല, ഇതൊക്കെ വലിയ വലിയ ആൾക്കാരാ ചെയ്യേണ്ടത്. അതിന്റെ ഒരു വശമാണ്, എനിക്ക് എന്നേക്കാൾ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാവും. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളാണ്. അതാണ് ഞാൻ ഏറ്റവും ബാക്കിൽ പോയിരുന്നത്. ഇവരുടെ ഇടയ്ക്ക് ഞാൻ പോയിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, എല്ലാവരും ഇങ്ങനെ ചാടി ചാടി നിൽക്കുന്നു നല്ല എനർജറ്റിക് ആയിട്ട്, ഞാൻ മാത്രം ഒരു സൈഡിൽ ഇങ്ങനെ മൂലക്കിരിക്കുന്നു. അപ്പൊ പേടിയാവുകയാണ്, എന്തൊരു എനർജി ഇവർക്കൊക്കെ, എന്തൊരു സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരാ, ഇവരുടെ ഇടയിൽ ഞാനൊക്കെ എങ്ങനെ കയറി പോകാനോ, നമുക്കൊരു സൈഡിലെങ്ങാനും ഇരിക്കാം. ആ ഒരു ലിമിറ്റിംഗ് ബിലീഫാണ് അവിടെ ക്രിയേറ്റ് ആയത്. അങ്ങനെ ചെറിയൊരു പോയിന്റ് ആട്ടോ ഇത്, ചെറിയൊരു കാര്യമാണ് നടന്നത്, അതിൽ നിന്ന് ഞാൻ എടുത്ത എൻ്റെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ഷെയർ ചെയ്തു. അതാണ് മെന്റൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടെ റിട്ടയർമെന്റ് പ്ലാനിലേക്ക് തിരിച്ചു വരാം. ഇവര് റിട്ടയർമെന്റ് പ്ലാനായിട്ട് കുട്ടികളെ കാണുന്നത് കൊണ്ടാണ് ഇത്രയും ഇഷ്യൂസ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. പിന്നെ ഏറ്റവും ഒരു ചോദിക്കേണ്ട ഒരു കാര്യമാണ്, പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും, വെൻ വി നീഡ് ടു സ്റ്റോപ്പ് ദ പാരന്റിങ്. എപ്പോഴാണ് നമ്മൾ പാരന്റിങ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്?
അത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നന്നായിരിക്കും. ഏത് ഏജിലാണ് നമുക്ക് പാരന്റിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക? ഒന്ന് പറയാമോ? ആള് അവര് മെച്ചൂർ കൗമാരം കഴിയുമ്പോഴേ അവരുടെ കാര്യങ്ങൾ എന്നുവെച്ചാൽ എന്റെ അഭിപ്രായത്തില് ബാല്യം തൊട്ടേ എന്നുവെച്ചാൽ ഒരു 3 വയസ്സ് തൊട്ടേ അവരെ സ്വന്തമായിട്ട് ഓരോന്ന് ചെയ്യാൻ പ്രേരിപ്പിക്കണം. അവരെപ്പോഴാണോ സമ്പാദിക്കാൻ എന്ന് വെച്ചാൽ ഒരു 18 വയസ്സ് കഴിയുമ്പോൾ ഒരു ജോലിയുടെ ഒക്കെ ആവൂലേ, അപ്പൊ അവരെ നമ്മുടെ തുല്യരായിട്ട് കാണണം. എല്ലാ കാര്യത്തിനും നമുക്ക് അവര് പറയണയൊക്കെ കേൾക്കാം, വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിക്കാം. അതാ എന്റെ ഒരു കാഴ്ചപ്പാട്. എത്രത്തോളം ശരിയെന്ന് എനിക്കറിയില്ല. താങ്ക് യു മേഘ മാം. ബഷീർ സാർ എന്തോ പറയുന്നുണ്ടായിരുന്നു? അവര് മെച്ചൂറായി നമുക്ക് ഏകദേശം പ്രാക്ടിക്കലായിട്ട് മനസ്സിലാവില്ല. അവിടെ നിർത്തും പരിപാടി. അവരവരെ വഴി കാണിച്ചു. സാർ വോയിസ് കേൾക്കുന്നില്ല. ആ എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ എന്നറിയില്ല. പ്രോബ്ലം. ആ. ഹലോ. ഇപ്പൊ ഓഡിബിൾ ആണ്. ആ നമ്മളൊരു നമുക്കൊരു പ്രാക്ടിക്കലായിട്ടൊരു നോളജ് ഉണ്ടാവില്ല. കുട്ടിന്റെ പോക്ക് കണ്ടാൽ അവൻ മെച്ചൂർഡായി എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം ആ ആ വിഷയം വിട്ടുകളയുക, പാരന്റിങ് എന്നാണ് എൻ്റെ അഭിപ്രായം. സ്റ്റക്ക് ആയിട്ടുണ്ട് സാർ ഇടയ്ക്ക്. ഓക്കെ, ലീവ് ഇറ്റ്. നെക്സ്റ്റ് ഞാൻ ലാസ്റ്റ് പറയാം. താങ്ക് യു സാർ. ഓക്കെ. താങ്ക് യു ഫോർ ദ വാല്യുബിൾ ഇൻഫർമേഷൻ. കാരണം ഓരോ ആൾക്കാർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കുമല്ലോ. നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് ഡിഫറെന്റ് ആണ്. നമ്മൾ വളർന്നു വന്ന സാഹചര്യവും നമ്മുടെ ഒരു സോഷ്യൽ നോളജ് ഒക്കെ വെച്ചിട്ട് അതാണ് ഞാൻ എല്ലാവരോടും ഒന്ന് ഡിസ്കസ് ചെയ്യാന്ന് വെച്ചത്. മണി സാർ ഒന്ന് പറയാമോ സാറിന്റെ അഭിപ്രായം എന്താണ്? എനിക്ക് പറയാനുള്ളത്, പാരന്റിങ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ഭാവം മാറിപ്പോകുന്നുള്ള, സ്നേഹം അല്ലൊരു കമ്പാനിയൻ ആയിട്ട് മാറിയിട്ടുള്ള ഒരു ഉപദേശങ്ങളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ ആയിരിക്കും വരിക. അത് അവരെ അടിച്ചേൽപ്പിക്കലല്ല, അങ്ങനെ അങ്ങനെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഒന്ന് പറഞ്ഞ് ഇൻഡയറക്റ്റ് രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവും ലൈഫിൽ. അപ്പൊ ചില സമയത്ത് അവര് ആ രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പം നമുക്കെപ്പോഴും കുട്ടികൾ കുട്ടികൾ തന്നെ ആയിട്ടുള്ള ആ ഒരു ചിന്താഗതി ആണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ റെസ്പെക്ട് കൊടുക്കാനും അവരെ ഉത്തരവാദിത്തത്തിന് നമ്മൾ അവർ സ്വാതന്ത്ര്യം കൊടുക്കാനും ഒക്കെ നമ്മൾ അനുവദിക്കണം. അതിന് ചില സമയത്ത് ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് ആ ഒരു പാരന്റിങ് വിട്ടിട്ട് ഒരു കമ്പാനിയൻ എന്നുള്ള രീതിയിൽ ഒരു ലവ് എന്ന രീതിയിൽ പോകുക എന്നുള്ളതാണ്. താങ്ക് യു മണി സാർ. താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എപ്പോഴാണ് ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന്? അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ പാരന്റിങ്ങിനും വിടണം എന്നല്ല, പക്ഷെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കൂടുതലായി കഴിഞ്ഞാൽ അവർക്ക് അത് ഇറിറ്റേഷൻ ആണ്. ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക്. അപ്പം നമ്മൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ നിന്ന് കുറച്ച് മാറുക, എന്നിട്ട് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കിപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനും അതാണ്. കൂടുതൽ നമ്മൾ ഇടപെടുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതെ. അതാണ് അതിന്റെ ഒരു താങ്ക് യു വിത്തുബല. അപ്പൊ നമുക്ക് കുറെ കമന്റ്സ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസസ് നമ്മുടെ വിഭാജിക്കലുള്ള ആൾക്കാരുടെ തന്നെ കേട്ടു. അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ അത്രയും ഹെൽത്തി കമ്മ്യൂണിറ്റി ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല കമന്റ്സ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പം മണി സാറും ബഷീർ സാറും വിധുബേല മാം ഒക്കെ പറഞ്ഞതുപോലെ തന്നെ, മേഘ മാമും ഹൈലൈറ്റ് ചെയ്തതുപോലെ തന്നെ, നമ്മള് എപ്പോഴും അവരുടെ ഇങ്ങനെ പിന്നാലെ നടന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അവർക്ക് ഇഷ്ടാവില്ല. അവരൊരു അഡൾട്ടായി ഇപ്പോ ബഷീർ സാർ പറഞ്ഞല്ലോ, പ്രാക്ടിക്കലി അവരെപ്പോഴാണ് എല്ലാം ചെയ്യാൻ പ്രാപ്തരാകാന്ന് തോന്നുന്ന സമയത്ത് കംപ്ലീറ്റ്ലി വിടണം എന്നല്ല, നമ്മൾ ഒരു ബന്ധം വിച്ഛേദിക്കുക അല്ലെങ്കിൽ മുറിച്ചു മാറ്റുക അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. എന്താ പറയാ, നമ്മൾ അവരുടെ പാരന്റ് എന്നുള്ളതിൽ നിന്നും മാറി മണിസാർ പറഞ്ഞ പോലെ കമ്പാനിയൻ ആവുക. അതായത് ഇത് കൺട്രോൾ ചെയ്യുന്ന ആളിൽ നിന്നും നമ്മളൊരു ഫ്രണ്ട് ആയിട്ട് മാറുക, അല്ലെങ്കിൽ ഒരു മെന്റർ ആയിട്ട് മാറുക. അതാവുമ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നൂല. ഇതെന്താ എന്നെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നത്? കാരണം നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് പാരന്റിങ് എന്ന് പറയുന്നത് അത് ഒരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല. നമുക്ക് 18 വയസ്സിൽ വോട്ട് ചെയ്യാനുള്ള
അറിവ് വന്നതുകൊണ്ടാണല്ലോ നമുക്ക് വോട്ടവകാശം തരുന്നത്. ഈ വോട്ടവകാശമുള്ള കുട്ടിക്ക് സ്വന്തം ഇണനെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല, എന്തിനാ സ്വന്തം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അവിടെ ഇവരുടെ ഇൻവോൾവ്മെന്റ് വരും. സ്വന്തം പാർട്ണറെ തിരഞ്ഞെടുക്കുന്നതിൽ ഇനിയിപ്പോ ഒരു വീട് വെക്കുന്നുണ്ടെങ്കിൽ, ഫ്യൂച്ചറിൽ ഒരു വീട് വെക്കാൻ, ഒരു നിക്ഷേപം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ പിന്നാലെ പോയിട്ട് അത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ അതിന് പകരം ഒരു മെന്ററായിട്ട് നിൽക്കുകയാണെങ്കിൽ, അപ്പൊ നമ്മൾ നല്ലൊരു പാരന്റിങ് കൊടുത്തെങ്കിൽ ഒരുപക്ഷെ അവർ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. ഇതിങ്ങനെ ഒരു കാര്യം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, എന്തെങ്കിലും സജഷൻ ഉണ്ടോ, എനിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ സ്റ്റെക്ക് ആയിട്ടുണ്ട്, എനിക്കൊന്ന് സജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അവർ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. അതിന് പകരം നമ്മളിങ്ങനെ പുറകെ പോയിട്ട് അങ്ങനെ ചെയ്യടാ ഇങ്ങനെ ചെയ്യടാ. ഇപ്പോഴും 70-75 വയസ്സുള്ള അച്ഛനും 40-50 വയസ്സുള്ള മകനും ഉണ്ടെങ്കിൽ ആ 75 വയസ്സുള്ള അച്ഛൻ ഇപ്പോഴും പാരന്റിങ് കൊടുത്തോണ്ടിരിക്കുക. നീ എന്തിനാ അങ്ങനെ ചെയ്തേ, അങ്ങനെയല്ലേ ഇത് ഇങ്ങനെ ചെയ്യേ. ഇപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ 50 വയസ്സുള്ള ആളും അച്ഛനായി. അപ്പൊ ഇതിങ്ങനെ ഒരു ചെയിൻ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരൊരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ അവരുടെ ലൈഫിലേക്ക്, പേഴ്സണൽ ലൈഫിലേക്ക് കടക്കുവാണ്. അപ്പൊ നമ്മളൊരു പരിധി കൂടുതൽ അവരുടെ കാര്യത്തിലേക്ക് ഇൻവോൾവ് ആവുമ്പോൾ അത് അവർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതും നമ്മൾ ഈ ജീവിച്ചു വന്ന സാഹചര്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും, ചിലരത് സപ്രസ് ചെയ്ത് വെക്കും, ചിലരത് റിയാക്ട് ചെയ്യും, പൊട്ടിത്തെറിക്കും, അങ്ങനെ പല രീതിയിലേക്ക് അതെത്തും. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്, എപ്പോഴാണ് നമ്മൾ പാരന്റിങ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, അല്ലെ നമ്മുടെ ആ ഒരു വേർഷൻ മാറണം. എല്ലാവരും പറഞ്ഞ പോലെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യല്ല, ആ ഒരു വേർഷൻ മാറിയിട്ട് കൺട്രോളിംഗ് എന്നുള്ളതിൽ നിന്ന് ഒരു മെന്ററായിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു കമ്പാനിയനായിട്ട് മാറുക എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഫിനാൻഷ്യൽ അവയർനെസ്സിലും റിട്ടയർമെന്റ് പ്ലാനിലും ഒക്കെ പെടുന്നതാണ്. കുട്ടികളെ റിട്ടയർമെന്റ് പ്ലാൻ ആയിട്ട് കാണുന്ന ഒരുപാട് പേരൻസ് നമ്മുടെ ചുറ്റിനുമുണ്ട്. അപ്പൊ അവർ ചെയ്യുന്ന മറ്റൊരു ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ്, ഈ മക്കൾക്ക് ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാല്, അച്ഛനും അമ്മയും ജോബ് ഉള്ളവരാണെങ്കിൽ അവരപ്പം തന്നെ ജോബ് നിർത്തും. ഇനിയിപ്പോ മോന് ജോലി ആയല്ലോ, മോൾക്ക് നല്ല ജോലിയായി, അവൾ അബ്രോഡ് ഉള്ളത്, അവിടുന്ന് ആവശ്യത്തിന് ലക്ഷങ്ങൾ അയക്കുന്നുണ്ട്, ഇപ്പൊ ഞാൻ എന്തിനാ പണിക്ക് പോകുന്നത്, അത് ഇവര് ചിന്തിക്കുന്നില്ല, സൊസൈറ്റിയും പറഞ്ഞു തുടങ്ങും. ഇനിയിപ്പോ നീ എന്തിനാ പണിയെടുക്കുന്നേ, നിന്റെ മോന് ജോലി കിട്ടിയില്ലേ, മോൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയില്ലേ, ഇപ്പൊ നീ പണിക്ക് പോകേണ്ട ആവശ്യം നിന്റെ വീട്ടിലുണ്ടോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവുന്നതുകൊണ്ട് ഇവരപ്പം തന്നെ ഈ ജോബ് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് ഈ ഒരു ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നിന്ന് വന്ന കുട്ടിക്ക് ഇത് തുറന്നു പറയാനുള്ള ധൈര്യം ഒരിക്കലും ഉണ്ടാവില്ല. എൻ്റെ കയ്യിൽ ഇത്രേ വരുന്നുള്ളൂ, ഒരുപക്ഷെ അവന് സാലറി 10,000 ഉണ്ടാവുള്ളൂ, വീട്ടിലെ ചെലവ് തന്നെ ഉണ്ടാവും 20,000 25,000, പിന്നെ ബാക്കിയുള്ള കടങ്ങളും ഗോൾഡ് ലോണും ഒക്കെ ആയിട്ട്. അപ്പൊ ഇതൊന്നും ഫുൾഫിൽ ചെയ്യാൻ ഇയാൾക്ക് പറ്റുന്നുണ്ടാവില്ല, പക്ഷെ ഇവര് പറയില്ല. അത് പേരൻസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന മറ്റൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ വയ്യാതായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പേരന്റ് ആകുമ്പോൾ ഒരിക്കലും ഒരു കുട്ടിക്ക് അതൊരു ബുദ്ധിമുട്ട് തോന്നില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും വയ്യല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ആയ സിറ്റുവേഷൻ അല്ലേ. പക്ഷെ ഹെൽത്തി ആയിട്ടുള്ളവര് അവര് ജോബ് സ്റ്റോപ്പ് ചെയ്യാതെ പറ്റുന്നത് പോലെ വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ആ രണ്ടുപേരുടെ ഇടയിൽ നല്ലൊരു എന്താ പറയുക, ഒരു റെസ്പെക്ട് ബിൽഡ് ചെയ്ത് വെക്കും. കാരണം മകന് ജോലി കിട്ടി അല്ലെ മകന് ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും അവര് പൈസ അയച്ചു തരണം, അവരവരുടെ വിഹിതം കൊടുക്കണം എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യാതെ സ്വന്തമായി നമ്മൾ അധ്വാനിച്ചൊരു പൈസ ഉണ്ടാക്കി അതുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനും ഒരു സന്തോഷമൊന്നും നമുക്ക് ഒരു പക്ഷേ ഒരാളുടെയും കയ്യിൽ നിന്ന് വാങ്ങിയാൽ കിട്ടില്ല. അതിപ്പോ മോനാണേലും ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയാലും ഇപ്പൊ വൈഫിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയാലും നമുക്കത് കിട്ടണമെന്നില്ല. അത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് ഞാൻ എൻ്റെ ചുറ്റിലും ഒരുപാട് പേരുടെ അടുത്ത് നിന്ന് കാണുന്നുണ്ട്. ഒരു 22 ഇയേഴ്സ് ഉള്ള സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത പലർക്കും 25 ലക്ഷം രൂപ ലോൺ മിനിമം ഉണ്ടാകുമായിരുന്നു. കാരണം ഇവർക്ക് ജോലി കിട്ടിയ പാടെ വീട് പണിതു. ഈ വീട് പണിതത് ലോൺ എടുത്തിട്ടാണ്. മിനിമം ആട്ടോ 25 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ വരെ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വിചാരിച്ചിട്ട് ഇവരെ എങ്ങനെ ഈ ലോൺ ഏത് കാലത്ത് ക്ലോസ് ചെയ്യും. കാരണം സാലറി എന്ന് പറയുന്നത് 10,000 ക്ലോസ് ചെയ്ത് അതിന്റെ മേലേക്ക് പോയിട്ടില്ല. അപ്പോഴാണ് ഈ ഒരു ലോൺ ഇവർക്കുള്ളത്. ഇപ്പൊ വീട്ടിൽ വേറെ ഇൻകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ ഇൻകം ഉണ്ടാവില്ല. ഇവർക്ക് ഇവിടെ ഒരു ജോലി കിട്ടി, അല്ലെങ്കിൽ ഇവർ അബ്രോഡ് പോയി, അതാണ് ഏറ്റവും വലിയ റീസൺ. അപ്പൊ തന്നെ ജോബ് സ്റ്റോപ്പ് ചെയ്യുന്ന വീട്ടിലുള്ളവര് ഉടനെ തന്നെ ഒരു വീട് വാങ്ങുന്നു, വീട് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ നമുക്കൊരു കാർ വാങ്ങിയിടണം, അങ്ങനെ എക്സ്പെക്ടേഷൻ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിനൊക്കെയാണ് ഞാൻ ടോട്ടലി റിട്ടയർമെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, അത് നമ്മൾ നിറവേറ്റുക. ഒരിക്കലും നമ്മൾ ജനിച്ച കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. അവരൊരു ഇൻഡിവിജ്വൽ ആണ്, അവർ മറ്റൊരു വ്യക്തിയാണെന്നുള്ള ആ ഒരു റെസ്പെക്റ്റോട് കൂടി അവരോട് പെരുമാറുക. അപ്പൊ നമുക്ക് നല്ലൊരു പാരന്റിങ് അവർക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഞാൻ വിട്ടുപോയത് പറയണം എന്നുള്ളത്, നമ്മൾ ഗോസിപ്പ് പറയും വീട്ടിലെല്ലാവരും. അതൊക്കെ നമ്മുടെ ഒരു മനുഷ്യ സഹജമായിട്ടുള്ള സ്വഭാവം. അപ്പൊ ഈ ചെറിയ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ അടുത്ത വീട്ടിലെ ആൾക്കാരുടെ കുറ്റം പറയാം, അല്ലെ അപ്പുറത്തെ അവൾ അങ്ങനെ ചെയ്തു, ഇപ്പുറത്തെ ഇവൻ ഇങ്ങനെ ചെയ്തു, അവിടുത്തെ കുട്ടീനെ നോക്കി അവൻ അങ്ങനെ ഇവൻ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഗോസിപ്പുകൾ സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആ ഗോസിപ്പ് സംസാരിക്കുമ്പോൾ നമ്മള് വീട്ടിലുള്ള കുഞ്ഞ് അത് കേട്ടാ വളർന്നു വരുന്നത്. ഇവനിത് നേരെ സ്കൂളിൽ പോയിട്ട് ഇവനും ഇത് തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പുറത്തെ ക്ലാസ്സിലെ അവരെ നോക്കാം, അവൻ നോക്കാം, അവൻ അങ്ങനെയാ, ആ ചേച്ചി കറുത്തതാ, ഈ ചേച്ചി തടിച്ചതാ, അല്ലെങ്കിൽ ആ ചേട്ടൻ അങ്ങനെയാണ്. ഒരുപാട് ബോഡി ഷേമിങ്ങൾ ഇത് നമ്മൾ അറിയാതെയാണ് ഇത് നടക്കുന്നത്. കാരണം ഇതിനെപ്പറ്റിയൊക്കെ ഇപ്പൊ അവെയർ ആയി വരുന്നേ ഉള്ളൂ പലരും. അപ്പൊ നമ്മൾ മറ്റൊരാളുടെ കുറ്റം പറയുമ്പോൾ പറയരുതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം,
ഇപ്പൊ നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല. മാക്സിമം പറയാതിരിക്കുക. പറയുമ്പോൾ കുട്ടികളുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഈ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ് നമ്മൾ പോലും അറിയാതെ അത് അവരുടെ ഉള്ളിൽ ഒരു ക്യാരക്ടറായി മാറി. അവർ നാളെ ഒരു വ്യക്തിത്വത്തിലേക്ക് പോകുമ്പോൾ അവർ ഇതേ കാര്യമാണ് കൂടെ കൊണ്ടുപോകുന്നത്. ഈ കുറ്റം പറയാന്നുള്ള ഒരു ഹാബിറ്റാക്കി പിന്നെ മാറ്റും. എവിടെ ചെന്നാലും അതിന് കുറ്റം കണ്ടെത്തും. അങ്ങനെ കുറെ സ്വഭാവങ്ങൾ ഇവരുടെ അടുത്തുനിന്ന് വരും. പിന്നെ ഇത്രയും പോയിന്റ് പറഞ്ഞിട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓൾറെഡി 6:30 ആയി. അപ്പൊ എനിക്ക് ഈ ഒരു അവസരം തന്നതിനും ബിമാജിക് പ്ലാറ്റ്ഫോമിന് എന്നെ കേട്ടിരുന്ന ബിമാജിക് മെമ്പേഴ്സിനും എന്റെ താങ്ക് യു അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെയധികം വളരെയധികം വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളായിരുന്നു. താങ്ക് യു. താങ്ക് യു ഉണ്ണികൃഷ്ണ സർ. താങ്ക് യു ആണ്. നല്ല ക്ലാസ് ആയിരുന്നു. കാരണം ഇപ്പോഴത്തെ പാരന്റ്സ് എന്ന് പറയുമ്പോൾ എന്റെ രണ്ട് മക്കളും ടീനേജുകാരാണ്. അവരുടെ എങ്ങനെ കാര്യങ്ങൾ കുറെ കൂടെ നല്ല രീതിയിൽ ഡീൽ ചെയ്യണമെന്നുള്ളത് മാഡത്തിന്റെ അടുത്ത ക്ലാസ് മനസ്സിലായി. നമ്മൾ കൂടുതൽ അവരെ കെയർ ചെയ്യുമ്പോഴത്തേക്കും പൊട്ടിത്തെറിയാണ് കൂടുതൽ ഉണ്ടാവാറുണ്ട്. അമ്മ എന്തിനാ എപ്പോഴും പറയാൻ നടന്നത് ചെയ്യുന്നു. അപ്പൊ എന്റെ ഒരു ഡോക്ടർ എന്റെ അടുത്ത് സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്തിനാണ് 18 വയസ്സ് കഴിഞ്ഞ മക്കളെ പിറകെ നടന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അമേരിക്കയിലാണെങ്കിൽ ഒരു കേസ് കൊടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അവരെ കുറെ കാര്യം ഫ്രീഡത്തിൽ വിട്ടു കൊടുക്കുക എന്നുള്ളതാണ്. മാഡത്തിന്റെ ക്ലാസ്സിലൂടെ എനിക്ക് കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലായി. അവരുടെ എങ്ങനെ കാര്യങ്ങൾ ഡീൽ ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീഷ്ണ. നല്ല ക്ലാസ്. പാരന്റിങ്ങിനെ പറ്റിയിട്ട് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗവും ടച്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു അറിവായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആയി. നമുക്ക് അന്നൊന്നും ഇങ്ങനത്തെ ക്ലാസ്സുകളൊന്നും കിട്ടിയിട്ടില്ല. ഇന്ന് പുതിയ ജനറേഷൻ ജെൻസിക്കൊക്കെ പറ്റിയ നല്ല ക്ലാസ് ആയിരുന്നു. നന്നായി പ്രസന്റ് ചെയ്തു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബഷീർ സർ. താങ്ക് യു ശ്രീഷ്ണ. നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല പ്രസന്റേഷൻ. ക്ലിയർ പാരന്റിങ് ആണ് ശരിക്കും. ബിയോണ്ട് പാരന്റിങ്ങിനെക്കാട്ടി കുറച്ചുകൂടി മെച്ചം. ക്ലിയറായി പാരന്റിങ് അല്ലെ. അതെ. ഓരോ മുക്കും മൂലയും ക്ലിയർ ആക്കിയിട്ടാണ് പോയിട്ടുണ്ട് അല്ലെ. എന്തായാലും എനിക്ക് തോന്നുന്നു ശ്രീഷ്ണ ട്രെയിനർ എന്ന് കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ. ഇനി ആ പോസ്റ്റ് കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക. ശ്രീഷ്ണ ബിമാജിക് ട്രെയിനർ എന്ന് കൊടുക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീഷ്ണ. താങ്ക് യു കൃഷ്ണ. വളരെ നന്നായിരുന്നു. മാജിക് സാർ പറഞ്ഞ മാതിരി നല്ലൊരു ട്രെയിനർ തന്നെയായി മാറിയിട്ടുണ്ട്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. നല്ല ഒഴുക്കോട് കൂടിയിട്ട്, പിന്നെ പറഞ്ഞ പോലെ തന്നെ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് വിശദമായിട്ട് അത് ഓരോന്നും ചകഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ് നമ്മളെ മുന്നിലേക്ക് എത്തിച്ചത്. പ്രത്യേകിച്ച് ഇമോഷണൽ ബ്ലാക്ക്മെയിലും ഈ റിട്ടയർമെന്റ് പ്ലാനും പിന്നെ നമ്മളെപ്പം പാരന്റിങ് നിർത്തണം എന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ സാധാരണ ഓപ്പൺ ടോക്കും ഇതെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്. അൺസ്പോക്കൺ ബർഡൻ എല്ലാം അതൊക്കെ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് നല്ല എക്സാമ്പിളോട് കൂടി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സർ. രേഷ്മ നല്ല എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തി നന്നായിട്ട് എങ്ങനെ പേരന്റിങ് ചെയ്യണം എന്നുള്ളത് എല്ലാം വിശദമായിട്ട് മനസ്സിലായി. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. വളരെ നല്ല രസമായിട്ട് കേൾക്കാം. യാതൊരു ഡിഗ്രിയോ യാതൊരു ക്വാളിഫിക്കേഷനോ ഇല്ലാതെയാണ് പലരും പാരന്റിങ്ങിലേക്ക് കടക്കുന്നത്. അവർക്കറിയില്ല എങ്ങനെയാണ് കുഞ്ഞിനെ നോക്കേണ്ടതെന്ന്. പണ്ട് കൂട്ടുകുടുംബം ആയപ്പോൾ പിന്നെയും കുടുംബത്തിൽ കിടന്ന് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുഞ്ഞുങ്ങളെ എടുക്കാൻ അറിയില്ല. പ്രസവിച്ച കുഞ്ഞിനെ എങ്ങനെ എടുക്കണം അതെല്ലാം അമ്മമാര് ചെയ്തു കൊടുക്കണം. ഒന്ന് എടുക്കണം, മടിയിൽ വെക്കണം, അവരെ എങ്ങനെ കുളിപ്പിക്കണം ഒന്നും അറിയില്ല. അപ്പൊ അവർക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ആ മേഖലയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് എൻ്റെ അടുത്തെത്തുമ്പോൾ എനിക്കറിയാം അമ്മമാർക്കൊന്നും അറിയില്ല. ആ അറിയില്ലായ്മ എല്ലാം ആ കുഞ്ഞുങ്ങളിലും ഉണ്ടാവും. കുഞ്ഞുങ്ങൾക്കും യാതൊരു ഇതും ഇല്ലാതെയാണ് അവര് വളർന്നു വരുന്നത്. അപ്പൊ മിക്കവാറും ഞാൻ അവർക്ക് ക്ലാസ് കൊടുക്കാറുണ്ട്. പക്ഷെ എൻ്റെ ഇതില് ഈ പ്രഗ്നന്റ് ആവുമ്പോൾ തന്നെ ഒരു ക്ലാസ് ഈ രക്ഷിതാക്കൾക്ക് കിട്ടേണ്ട അത്യാവശ്യമാണെന്ന് തോന്നാറുണ്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എൻ്റെ മോന് 30 വയസ്സായെങ്കിലും ഇപ്പോഴും എന്ത് ചെയ്യണമെങ്കിലും അവൻ ആദ്യം എന്നോട് വന്ന് പറയും, അമ്മ ഞാനിത് എനിക്കറിയാം ഉറപ്പിച്ച് അവൻ വിചാരിക്കുന്നതേ ചെയ്യുള്ളൂ. എന്നാലും വന്ന് അമ്മ ഞാനിത് തുടങ്ങാൻ പോകുന്നു, അമ്മയുടെ അഭിപ്രായം എന്താ? എൻ്റെ മോൻ നന്നായി വരും എന്ന് എനിക്ക് പറയാം. അതുകൊണ്ടാവണം അവൻ വരുന്നത്. കാരണം എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു ഇത് വെച്ചാണ് ഞാൻ മക്കളെ വളർത്തുന്നത്. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു.
വളരെ നന്നായിട്ട്. താങ്ക് യു സോ മച്ച് മേഘ മാം. മേഘ മാം പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും 30 വയസ്സായ ആ ഒരു മോൻ മാമിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ മാം കൊടുത്ത പാരന്റിങ് അത് അടിപൊളി ആയതുകൊണ്ടാണ്. കാരണം അത് വിമർശനവും കുറ്റപ്പെടുത്തലും ആയിരുന്നെങ്കിൽ അവർക്കത് പറയാൻ തോന്നൂലായിരുന്നു. കാരണം മാം നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോയത് കൊണ്ടാണ് ആ മോൻ എപ്പോഴും മാമിന്റെ അടുത്ത് വന്നത് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച് മാം. മോൻ മാത്രമല്ല മോളും അങ്ങനെയാണ്, മരുമകനും മരുമകളും എല്ലാം. അവർക്ക് ഞാൻ എന്നോട് പറഞ്ഞിട്ട് ഞാൻ നന്നായി വരുമെന്ന് പറഞ്ഞാൽ അത് നന്നാവും എന്നുള്ള അവരുടെ ഒരു വിശ്വാസം, അത് അവസാനം വരെ ഉണ്ടാവട്ടെ എന്നൊരു ആഗ്രഹം എനിക്ക്. അതെ. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ലൊരു ടോപ്പിക്കാണ്. എല്ലാം വിശദമായിട്ട് ആ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെയും നല്ല കളർഫുൾ ആയിരുന്നു ഈ ക്ലാസ്. കേൾക്കാനും രസമായിരുന്നു. നമ്മളത് മനസ്സിലാക്കിയ പാരൻസ് എങ്ങനെ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ ക്ലാസ്സിലൂടെ കിട്ടി. ഇനിയും തുടർന്ന് ഇതുപോലത്തെ ക്ലാസ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഹലോ, താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നല്ലോ. ബഷീർ സാർ എനിക്കൊക്കെ കൂടുതൽ ഉപകാരപ്പെട്ട ക്ലാസ്സാണ്. കാരണം എനിക്ക് 3 കുട്ടികളാണ്. ഒരാൾ 8 വയസ്സായിട്ടുള്ളൂ, ഒരാൾ 5 വയസ്സ്, ഒരാൾ ഇപ്പോൾ 6 മന്ത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മളൊക്കെ ചെറുതായ സമയത്ത് പേടിയായിരുന്നു പേരൻസിനൊക്കെ എന്ത് സ്കൂളിൽ നടന്ന കാര്യങ്ങൾ പറയാനും മറ്റു കാര്യങ്ങളൊക്കെ പറയാനും. അപ്പൊ ഇന്നൊക്കെ ഈ കാലഘട്ടത്തിലൊക്കെ ഫ്രണ്ട്ലിയാണ്, നമ്മൾ ചുറ്റും നമുക്ക് കാണാം. അപ്പോൾ വളരെ നല്ല വ്യക്തമായ എക്സാമ്പിളോട് കൂടി നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരുപാട് കണ്ടും കേട്ടൊക്കെ നടന്ന ഉദാഹരണ സഹിതം പറഞ്ഞപ്പോൾ നല്ലൊരു ക്ലാരിറ്റി ആയി. എനിക്കൊക്കെ ഓർമ്മ ഉണ്ട്, ചെറുപ്പത്തില് ഭയങ്കര പേടിയായതുകൊണ്ട് ഇങ്ങനെ അനുഭവം ഷെയർ ചെയ്യാന്നുള്ളൂ. ലേറ്റ് ആയി എന്നാലും പറയാം. നമ്മളൊക്കെ 90s ആളുകളാണ്. അപ്പം നമ്മൾ കൂടെയുള്ള കുട്ടികളൊക്കെ ഞങ്ങളിപ്പോൾ ചെറുപ്പത്തിൽ കുളിക്കാൻ പോയി ഇവിടെയൊക്കെ അടുത്ത് പുഴയുള്ള സ്ഥലങ്ങളാണ്. കുളിച്ചിട്ട് ഒരു കുട്ടി വെള്ളത്തിൽ പോയി ഞങ്ങളൊക്കെ രക്ഷപ്പെടുത്തി. കുറച്ച് വെള്ളം ആള് കുടിച്ചെങ്കിലും വീട്ടിൽ പറയാൻ ഭയാന്ന്, വീട്ടിൽ പറഞ്ഞില്ല. പിന്നെ പുഴയിലേക്ക് വിടൂല, അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് മിണ്ടാതെ പോയി. 2-3 ദിവസം വന്നപ്പോൾ ആൾക്ക് നല്ല പനി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 3 ദിവസം കഴിഞ്ഞ് തൊട്ടടുത്ത ക്ലിനിക്ക് പോയപ്പോഴാണ് ശരീരത്തിലൊക്കെ ഉള്ളൊരു വെള്ളമാണ്, പെട്ടെന്ന് കോളേജിൽ പോകണം എന്ന് പറഞ്ഞ് ആള് വൈമധ്യം മരിച്ചു ആംബുലൻസിൽ. അപ്പൊ ഉമ്മ ചോദിച്ച ആംബുലൻസ് എന്ത് പറ്റി, എന്തേ പറയാന്ന് ചോദിച്ചോ, ഇങ്ങനെ വെള്ളത്തിൽ പോയിരുന്നു, പറഞ്ഞ അടി കിട്ടുമെന്ന് കരുതിയിട്ട് മുഴുവനാക്കിയില്ല വാക്ക്. അപ്പോൾ അന്നത്തെ കാലഘട്ടം അതായിരുന്നു. പേടിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ഇന്ന് ഒരുപാട് ഫ്രീഡം ഉണ്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമുക്കൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഒരു പേര് വന്നാലും അവരെ ശകാരിക്കാതെ ചേർത്ത് പിടിച്ച് സംസാരിക്കണം എന്നുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു നൗസർ സാർ. എല്ലാവരും ഇങ്ങനെ ഫീഡ്ബാക്ക് പറയുന്നപ്പോൾ അവരുടെ അറിവുകൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലെ എല്ലാവർക്കും അത് ഒരുപാട് യൂസ്ഫുൾ ആവുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ, അല്ലെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം? കുട്ടികളും ആഗ്രഹിക്കുന്നുണ്ട് ചില കാര്യങ്ങളിൽ പേരൻസിന്റെ ഇടപെടൽ ആവശ്യമുണ്ട്, മുതിർന്നാലും അങ്ങനെയുണ്ട്. അത് നമ്മൾ എത്ര വലുതായാലും പേരൻസ് ചെയ്തു തരുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെ. ഇപ്പം എത്ര എമൗണ്ട് നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവരുടെ കൈ കൊണ്ട് ഒരു ചെറുതാണെങ്കിലും കിട്ടുമ്പോൾ അതിന്റെ ഹാപ്പിനെസ് ഭയങ്കരമായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ അവരൊന്നും നമ്മുടെ കൂടെ നിന്നാൽ നമ്മളും ഹാപ്പി ആയിരിക്കും, ഭാവിയിൽ അവരും ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്നിപ്പം 15 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവരും നാളെ ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവ്രി വൺ. Krishna, thank you all. Thank you very much. Thank you all.